ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. അച്ഛനൊരു വചനം പറയുകയാണ്. വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 11 വരെ തിരുവചനങ്ങൾ. ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവന് ചുറ്റും തിങ്ങിക്കൂടി. അവൻ ഗനേസറത്ത് തടാകത്തിന്റെ തീരത്ത് നിൽക്കുകയായിരുന്നു. 2 വള്ളങ്ങൾ കരയോടടുത്ത് കിടക്കുന്നത് അവൻ കണ്ടു. മീൻപിടുത്തക്കാർ അവയിൽ നിന്നിറങ്ങി വല കഴുകുകയായിരുന്നു. ശിമയോന്റേതായിരുന്ന വള്ളങ്ങളിൽ ഒന്ന്. യേശു അതിൽ കയറി. കരയിൽ നിന്ന് അല്പം അകലേക്ക് വള്ളം നീക്കാൻ യേശു അവനോട് ആവശ്യപ്പെട്ടു. അതിൽ ഇരുന്ന് അവൻ ജനങ്ങളെ പഠിപ്പിച്ചു. സംസാരിച്ചു തീർന്നപ്പോൾ യേശു ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമയോൻ പറഞ്ഞു, ഗുരു, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ വല കീറി തുടങ്ങി. അവർ മറ്റേ വള്ളത്തിലുണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. ഇത് കണ്ടപ്പോൾ ശിമയോൻ പത്രോസ് യേശുവിന്റെ കാൽക്കൽ വീണ്, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാണ്, അതിനാൽ നീ എന്നിൽ നിന്ന് അകന്നു പോകണേ എന്ന് നിലവിളിച്ചു പറഞ്ഞു. എന്നാൽ തങ്ങൾക്ക് കിട്ടിയ മീനിന്റെ പെരുപ്പത്തെപ്പറ്റി ശിമയോനും കൂടെയുണ്ടായിരുന്നവരും അത്ഭുതപ്പെട്ടു. അതുപോലെ തന്നെ അവന്റെ പങ്കുകാരായ സെബദീപുത്രന്മാർ യാക്കോബും യോഹന്നാനും വിസ്മയിച്ചു. യേശു ശിമയോനോട് പറഞ്ഞു, ഭയപ്പെടണ്ട, നീ ഇപ്പോൾ മുതൽ മനുഷ്യരെ പിടിക്കുന്നവനാകും. വള്ളങ്ങൾ കരയ്ക്കടുപ്പിച്ചതിന് ശേഷം എല്ലാം ഉപേക്ഷിച്ച് അവർ അവിടുത്തെ അനുഗമിച്ചു. ഇരിക്കും. സ്നേഹ ബഹുമാനപ്പെട്ട വികാരിയച്ഛ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വലിയ സന്തോഷത്തോടെയാണ്, സ്നേഹത്തോടെയാണ് നിങ്ങളുടെ വികാരിയച്ഛൻ അച്ഛനെ ഇങ്ങോട്ട് വിളിച്ചത്, സ്വാഗതം ചെയ്തത്. അത് തന്നെ വികാരിയച്ഛനോടുള്ള വലിയ നന്ദി, കടപ്പാടും സ്നേഹമൊക്കെ ഞാൻ അറിയിക്കുകയാണ്. ഈ 3 ദിനങ്ങളില് നിങ്ങളോടൊത്ത് ആയിരിക്കുമ്പോൾ അച്ഛന് ദൈവത്തിന്റെ വചനത്തിന്റെ വെളിച്ചം, പരിശുദ്ധാത്മ നിറവ്, ഇതൊക്കെ ലഭിക്കാനായിട്ട് നിങ്ങൾ എന്തുമാത്രം പ്രാർത്ഥിക്കുന്നോ അതനുസരിച്ച്, അല്ലെങ്കിൽ അത്രയും മാത്രമേ നിങ്ങളോട് ദൈവവചനം പറയാനും ദൈവത്തിന്റെ വചനത്തിന്റെ രഹസ്യങ്ങൾ വെളിപ്പെടുത്താനും ഒക്കെ അച്ഛന് സാധിക്കൂ എന്ന കാര്യം ആദ്യം തന്നെ തുറന്ന് നിങ്ങളോട് പറഞ്ഞേക്കുക. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും പോരായ്മയുണ്ടെങ്കിൽ അച്ഛന്റെ മാത്രമല്ല, നിങ്ങളുടേതും കൂടിയാണെന്ന് ഓർമ്മിപ്പിച്ചേക്കണമെന്ന് മാത്രം. ഇനി വികാരിച്ചൻ പറഞ്ഞ ആ ഒരു അടയാളത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. എന്താണ് പറഞ്ഞത്? റെയിൽവേ ക്രോസ് ചെല്ലുമ്പോ, ഗേറ്റ് ഇല്ലാത്തിടത്ത് ചെല്ലുമ്പോ 3 കാര്യങ്ങൾ കാണുന്നു പറഞ്ഞു. 3 വാക്കുകൾ അല്ലേ? എന്തൊക്കെയാണ് ആ വാക്കുകള്? സ്റ്റോപ്പ്, ലിസൺ, പ്രൊസീഡ്. അതില് ആ സ്റ്റോപ്പ് എന്നുള്ള വാക്ക് അച്ഛൻ എടുത്തു ആദ്യം. പത്രോസ് എന്ന ഒരു മനുഷ്യൻ, വേറെ കുറച്ചു പേരുണ്ട്, അവര് ഒരു യാത്രയിലായിരുന്നു, ജോലിയിലായിരുന്നു. നിങ്ങൾ വളരെ പേര് ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി കഴിഞ്ഞിട്ട് ഇവിടേക്ക് വന്നിരിക്കുന്നില്ലേ? പത്രോസിന്റെ ജോലി എന്തായിരുന്നേ? എന്തായിരുന്നു ജോലി പത്രോസിന്റെ? മീൻപിടുത്തം. അത് രാത്രി, പകലായിരുന്നു രാത്രിയായിരുന്നു? രാത്രി അല്ലേ? രാത്രി മുഴുവൻ മീൻപിടുത്തമായിരുന്നു. എന്നിട്ട് ഒന്നും കിട്ടിയില്ല. ഒന്നും കിട്ടാതെ വള്ളം ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്. സ്റ്റോപ്പ് ചെയ്തേക്കാണ്. അച്ഛൻ പറഞ്ഞ വാക്കെടുക്കാണ് അച്ഛൻ. വള്ളം ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുകയാണ്. എവിടെയാണ്? അത് വെള്ളിക്കുളം കരയിലാണോ? വെള്ളിക്കുളത്തിന്റെ കരയിലാണോ ആ വള്ളം നീക്കിയിട്ടിരുന്നത്? പിന്നെ എവിടെയാ? കടലാണോ? കടലാണോ? തെരമര കടലായിരുന്നോ?
അച്ഛൻ വളരെ തിരിച്ചല്ലേ പറഞ്ഞു വചനം. അത്ര ശ്രദ്ധിച്ചില്ല അല്ലെ? അച്ഛൻ ആ 3 വാക്കിൽ ഒരെണ്ണം പറഞ്ഞ് ശ്രദ്ധിക്കാനാണ് അല്ലേ? നിങ്ങൾ അത്രയും ശ്രദ്ധിച്ചില്ല അല്ലേ? അച്ഛൻ ഇങ്ങനെ ചോദിക്കുന്നു ഒട്ടും വിചാരിച്ചില്ല. ശരിയല്ലേ? അച്ഛൻ അവിടെ നിന്നങ്ങ് പറഞ്ഞു പോകുന്ന വിചാരിച്ച. പക്ഷേ അച്ഛൻ ഇങ്ങനെ അച്ഛന്മാരെ ധ്യാനിപ്പിക്കുമ്പോൾ ഉൾപ്പെടെ ഇങ്ങനെ ഇറങ്ങിച്ചെല്ലും. ഇന്നലെ അച്ഛന്റെ ഫറോണിയിൽ അച്ഛന്മാർക്ക് കുറച്ചു നേരം വചനം പറഞ്ഞു കൊടുത്തു. അവരോട് അച്ഛൻ ഇതുപോലെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചാണ് വിശേഷം പറഞ്ഞത്. അപ്പോ പത്രോസിന്റെ വള്ളം, പത്രോസ് ആ എവിടെ, കുളക്കരയിൽ അല്ലെ? വെള്ളി കുളക്കരയിലല്ല, പ്രത്യുത ഗനേസറത്ത് തടാകത്തിന്റെ തീരത്ത് ഇട്ടിരിക്കുകയായിരുന്നു. എവിടെയാണ്? ഗനേസറത്ത് തടാകത്തിന്റെ തീരത്ത്, കരയോട് അടുത്ത് കിടക്കുന്നത്. അപ്പോ ഈ കുളക്കര പോലെയല്ലേ ആ തടാകത്തിന്റെ തീരത്ത് കരയോടടുത്ത് കിടക്കുന്നത് നിർത്തിയിട്ടിരിക്കുകയാണ്. കാരണം എന്താ? ജോലിയൊക്കെ കഴിഞ്ഞു, ഒന്നും കിട്ടിയില്ല. ആകെ മനസ്സ് വിഷമിച്ച് തളർന്ന് ആ മനുഷ്യനിങ്ങനെ വള്ളം കെട്ടിയിട്ടപ്പോൾ യേശു അത് കണ്ടു അല്ലേ? അച്ഛൻ ഇന്ന് ഇവിടെ വന്ന ശേഷം ഈ വെള്ളിക്കുളങ്ങര ആദ്യമായിട്ടാണ് ഇങ്ങനെ കൃത്യമായിട്ട് അച്ഛൻ വഴി തെറ്റി അടുത്ത പള്ളിയിലേക്ക് പോയി. അത് കഴിഞ്ഞ് അവിടെ ചെന്നിട്ട് അച്ഛൻ വികാരിച്ചിനെ ഫോൺ ചെയ്തു. അപ്പോഴാണ് അച്ഛൻ പറഞ്ഞ, അച്ഛൻ ആ പള്ളിയല്ല, ഇങ്ങോട്ട് വരണം, പുറകോട്ട് വന്നിട്ട് ഇങ്ങോട്ട് വരണം എന്ന് പറഞ്ഞ് തിരിച്ചു പറഞ്ഞു. അച്ഛൻ ഈ കാറില് ഗൂഗിൾ മാപ്പ് ഇട്ടാ പോകുന്നത്, വെള്ളിക്കുളങ്കര ഇട്ടിട്ട് പോകുന്നിട്ട് എത്തിയത് അവിടെയാണ്. പിന്നെ തിരിച്ചു പോന്നു. അപ്പോഴൊരു വചനൊക്കെ അച്ഛനെ മനസ്സിലേക്ക് വന്നതിലേക്ക് അച്ഛൻ കിടക്കുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞ കുളക്കരയില് തടാകത്തിന്റെ തീരത്ത് ഈ വള്ളം കെട്ടിയിട്ടിരിക്കുന്ന കാരണം അത് കർത്താവ് കണ്ടു. അച്ഛൻ ഇവിടെ വന്നിട്ട് ലൂക്കാ 5 പകരം പോലെ തന്നെ യോഹന്നാൻ 5 അധ്യായം എന്ന് വായിച്ചു. അതില് അവിടെ ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. അത് വെള്ളിക്കുളങ്കരയ്ക്ക് അടുത്തുള്ളതാണ്. ഏത് കുളത്തിന്റെ കരയാണെന്നറിയാമോ? കേട്ടെ, എന്തുമാത്രം സ്മാർട്ടാണ് അവിടുത്തെ പിള്ളേരെന്ന് നോക്കട്ടെ. ആ കുളത്തിന്റെ പേര് പറയോ? യോഹന്നാൻ 5 അധ്യായത്തില് ഒരു കുളക്കരയെ പറയുന്നുണ്ട്. വെള്ളിക്കുളങ്കരയിൽ നിന്ന് ഇതൊക്കെ വന്നത് പറയാൻ പറ്റുമോ? പാട്ടുകാരനെ അറിയാൻ വേണ്ട ഒരു പാട്ട്, മനോഹരമായൊരു പാട്ടുണ്ട്. ബെത്സൈദ കുളക്കരയിൽ, കേട്ടല്ലേ? പാട്ടുകാരനെ അറിയാവോ? ബെത്സൈദ കുളക്കരയില് അവിടെ പറയുന്നത്, അവിടെ ആ മനുഷ്യൻ കുറെ നാളായിട്ട് കിടപ്പിലായിരുന്നു. എത്ര വയസ്സുണ്ടായിരുന്നു അറിയാമോ അയാൾക്ക്? 38 വയസ്സ്. മനസ്സിലായോ? 38. അങ്ങനെ ആ കിടക്കുന്നത് യേശു കണ്ടു. അപ്പോൾ പത്രോസിന്റെ വള്ളം ഇങ്ങനെ വളരെ വിഷമിച്ചവിടെ കെട്ടിയിട്ടിരിക്കുന്നത് കർത്താവ് കണ്ടു. ബെത്സൈദ കുളക്കരയില് ആ മനുഷ്യൻ ഇങ്ങനെ കുറെ നാളായി കിടപ്പിലായിരുന്നു. ആ മനുഷ്യനെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. പ്രത്യേകിച്ച് വെള്ളം ഇളകുമ്പോഴാണ് ഇയാളെ കുളത്തിൽ ഇറക്കേണ്ടത്. പക്ഷേ ആ സമയത്ത് സഹായിക്കാൻ ആരുമില്ല. ഇത് കർത്താവ് കണ്ടു. എങ്കിൽ വെള്ളിക്കുളങ്ങരയിലെ കൊച്ചുകുട്ടി മുതല് ഏറ്റവും പ്രായമുള്ള വല്യപ്പനും വല്യമ്മയും വരെ എല്ലാവരും ഏതവസ്ഥയിലൊക്കെയാണെന്ന് കർത്താവ് കണ്ടിട്ടില്ലേ? ഇല്ലേ? കർത്താവ് അത് കണ്ടു എന്ന കാര്യം എങ്ങനെയാണ്? അച്ഛൻ പറഞ്ഞ പോലെ സ്റ്റോപ്പ് ചെയ്തിട്ടേക്കാണ്. മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. ആകെ മനസ്സുമടുത്ത്, പ്രത്യേകിച്ച് കോവിഡും കൂടി കഴിഞ്ഞതോടുകൂടി ഒരുമാതിരി പാകമായിട്ടുണ്ടല്ലേ? വല്ലാതെ തളർന്ന് വിഷമിച്ച് അച്ഛൻ ഇന്നലെ സായാഹ്നത്തില് ഈ നേരത്ത് അച്ഛനൊരു ഫോൺ കോൾ കിട്ടി. ഒരു മനുഷ്യൻ വിളിച്ചത്, അച്ഛാ എന്റെ ബന്ധത്തിലുള്ള ഒരാള് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ കഴിയാം, ഒരു പ്രതീക്ഷയില്ല, അച്ഛൻ വന്നത് രോഗീലേപനം നൽകാവോ? അപ്പൊ അച്ഛനോട് ഉണ്ടായിരുന്നില്ല. അച്ഛന്മാരുടെ ധ്യാനത്തിന് പോയിരിക്കുകയായിരുന്നു. അവരോട് വചനം പങ്കുവെച്ചിരിക്കുന്ന നേരത്താണ് അച്ഛന്റെ ഫോൺ അടിച്ചത്. സൈലന്റിലായിരുന്നു. തിരിച്ച് വചനം പങ്കുവയ്ക്കൽ കഴിഞ്ഞപ്പോൾ തിരിച്ചു വിളിച്ചപ്പോ കാര്യം ഇതാണ്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഞാനവിടെ ഇല്ലല്ലോ. അച്ഛന്റെ അടുത്തൊരു വലിയ ഹോസ്പിറ്റൽ, ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞ രോഗി അച്ഛന്റെ ഇടവയിൽ നിന്നുള്ളതല്ല, മുത്തോലപുരം, പാല മുത്തോലപുരത്ത് നിന്ന് വന്നിരിക്കുന്നതാണ്. അപ്പോ അച്ഛൻ പറഞ്ഞു, ഇങ്ങനെയാണ്, ഞാനവിടെ ഇല്ല, ഞാൻ വന്നു കഴിഞ്ഞിട്ട് തിരിച്ചു വിളിച്ചു. അപ്പൊ പറഞ്ഞു, അച്ഛാ അരമണിക്കൂറിനുള്ളിൽ എത്തിയാൽ അവർ അവിടേക്ക് കടത്തുള്ളൂ. വെന്റിലേറ്ററിലാണ്, ഇന്റൻസീവിലാണ്, നമ്മുടെ ഹോസ്പിറ്റലൊന്നുമല്ല, ഒരു ബാഹുലയ എന്ന് പറഞ്ഞൊരു സാറിന്റെ ഹോസ്പിറ്റലിലാണത്. ആ ഡോക്ടർക്ക് തന്നെ 104 വയസ്സെങ്ങാണ്ടുണ്ട്. മനസ്സിലായില്ലേ ഇതിന്റെ ഉടമസ്ഥൻ? അപ്പോ ഞാൻ പറഞ്ഞു വരാം. അങ്ങനെ പെട്ടെന്ന് വേഗം വണ്ടി എടുത്ത് ചെന്നു. ആ രോഗിയുടെ അടുത്ത് നിന്നപ്പോൾ അച്ഛന് ഭയങ്കര സങ്കടം തോന്നി. ഭയങ്കര സങ്കടം.
50 വയസ്സുള്ള ഒരമ്മ, അവരുടെ ഭർത്താവ് കുറെ നാൾ മുമ്പ് ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. 2 മക്കള്, ഒരു മകള് വിദേശത്താണ്, ഒരു മകനുണ്ട്, അവൻ പുറത്താണ്. അവൻ ഇപ്പൊ അവധിക്ക് വന്നിരിക്കുന്നതാ. അപ്പോഴാണ് പെട്ടെന്ന് കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്ന അമ്മ, കൊന്തയുടെ അവസാനം മകൻ പറഞ്ഞിങ്ങനെ, അവസാനത്തെ സ്വർഗസ്ഥനായ ചെല്ലി നേരത്തെ അമ്മയ്ക്ക് ഒരു കുഴച്ചിൽ വന്നേ, പെട്ടെന്ന് ഇങ്ങനെ തളർന്നു, ഒരു വശവും തളർന്നു. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, പിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നു. ഒന്നും ചെയ്യാനില്ലെന്ന് ഡോക്ടറുടെ പ്രത്യേക അസുഖമാണ്. ആ അമ്മയ്ക്ക് രോഗീലേപനം നൽകിയപ്പോൾ അച്ഛൻ്റെ ഹൃദയം പടയുന്നുണ്ടായിരുന്നു. എന്തോ ഒരു വിഷമമുള്ള അവസ്ഥ. പുറത്തിറങ്ങിയപ്പോൾ മകന്റെ അടുത്ത് നിന്നപ്പോൾ അച്ഛന് എങ്ങനെ അവനെ ആശ്വസിപ്പിക്കുക? എൻ്റെ കൂടെ വേറെ ആരുമില്ല. അനാഥത്വം അങ്ങേറ്റ അനുഭവിക്കുന്ന ഒരു കുട്ടി. അച്ഛൻ ഇന്ന് രാവിലെ ആ അമ്മയ്ക്ക് വേണ്ടിയാണ് ബലി അർപ്പിച്ചത് അച്ഛൻ്റെ പള്ളിയിൽ. ഇന്നത്തെ വചന ക്ലാസ്സിൽ അത് അച്ഛൻ എല്ലാ ദിവസവും 1/2 മണിക്കൂർ വചന ക്ലാസ് എടുക്കും. എല്ലാ ദിവസവും 2.5 കൊല്ലമായിട്ട് എല്ലാ ദിവസവും അത് ഫേസ്ബുക്കിൽ യൂട്യൂബിലും ഒക്കെ ഉണ്ട്. ഇന്നത്തെ വചന ക്ലാസ്സിൽ അച്ഛൻ ഈ അമ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. അച്ഛൻ രാത്രിയായപ്പോൾ ഒരു ഫോൺ കിട്ടി. ഈ അമ്മയുടെ അപ്പൻ 74 വയസ്സുള്ള വല്യപ്പൻ വിളിച്ചേക്കണം, അച്ഛാ എൻ്റെ മോക്ക് അച്ഛൻ ഇന്നലെ പോയി രോഗീലേപനം കൊടുത്തെന്ന് പറഞ്ഞു. ഇന്നലെ പറഞ്ഞു രോഗീലേപനം കൊടുത്ത് എനിക്ക് വലിയ സന്തോഷമുള്ള അച്ഛാ എന്ന് പറഞ്ഞ ആ വല്യപ്പൻ നന്ദി പറയുന്ന കേട്ടു. ഞാൻ പറഞ്ഞു, എൻ്റെ വല്യപ്പൻ എന്നോട് നന്ദി പറയുന്നത് എൻ്റെ കടമയല്ലേ, ഒരു പുരോഹിതന്റെ കടമയല്ല. ഒന്നും നന്ദി പറയാനില്ല അച്ഛാ, ഞാൻ എങ്ങനെയാ നന്ദി പറയുന്നത്, എൻ്റെ മോക്ക് എന്നാലും രോഗീലേപനം കിട്ടിയല്ലോ എന്ന് പറഞ്ഞാൽ വല്യപ്പൻ വിതുമ്പാണ്. അപ്പോ ആ അമ്മ അവിടെ കിടക്കുന്നത് കർത്താവ് കണ്ടു. അതുകൊണ്ട് കർത്താവ് അത് കണ്ടിട്ടാണ് ഒരു ഫോണിലൂടെ അച്ഛനോട് പറയുക, ആ അമ്മയ്ക്ക് രോഗീലേപനം കൊടുക്കുക. പ്രിയപ്പെട്ടവരെ, നമ്മള് ഏത് അവസ്ഥയിലൊക്കെ ആണെങ്കിലും നമ്മളെല്ലാവരും ആയിരിക്കുന്നത് കർത്താവ് കണ്ടു, കർത്താവ് കാണുന്നു. ഈ സത്യം ആദ്യം മനസ്സിലാക്കുക. ഇത് കർത്താവിന്റെ ഒരു പ്രത്യേക സ്വഭാവമാണില്ലേ. ഉദാഹരണമായിട്ട് അച്ഛന്റെ മനസ്സിൽ ഇപ്പോ വരുന്ന വചനം ലൂക്ക 19:1 എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ലൂക്ക 19:1 അച്ഛൻ ഇന്നലെ അച്ഛന്മാരോട് ഇങ്ങനെ കുറെ ചോദ്യം ചോദിച്ചേ. അപ്പോ ഒരച്ഛൻ ഉത്തരം ഒരു തരത്തിൽ പറഞ്ഞില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ അച്ഛ മർക്കോസ് 12:24 വായിക്കണോട്ടോ എന്ന് പറഞ്ഞു. അച്ഛന്റെ കൂട്ടുകാരച്ഛന്മാരെ ഫൊറോനിലെ അച്ഛന്മാരെ വളരെ സൗകര്യത്തോടെ വർക്ക് പറഞ്ഞൊന്നല്ല കേട്ടോ. മർക്കോസ് 12:24 എന്താണെന്നറിയാമോ? അച്ഛന്മാരോട് പറഞ്ഞാണ്ട്, നിങ്ങളോട് പറയണതല്ല. ദൈവത്തിന്റെ വചനമോ അതിന്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത് എന്ന് അച്ഛൻ അതിലൂടെ പറയുകയാണ്. പല തെറ്റുകൾ ഞങ്ങൾക്കൊക്കെ പറ്റുന്നത് ദൈവത്തിന്റെ വചനവും അതിന്റെ ശക്തി അറിയാത്തതുകൊണ്ടാണെന്ന്. ലൂക്ക 19:1 നാം വളരെ പ്രാവശ്യം കേട്ടിട്ടുള്ളതാ. ഇവിടെ ഇങ്ങോട്ടുണ്ടോ? ഇവിടെ ഇല്ല. സക്കേവൂസിന്റെ കഥ കേട്ടിട്ടില്ലേ? കേട്ടില്ലേ? അത് തന്നെ. അപ്പോ നീ പറഞ്ഞത് തുടർച്ചയായിട്ട് പറയുന്ന സക്കേവൂസ് മരക്കൊമ്പിലിരിക്കുന്നത് കർത്താവ് കണ്ടു അല്ലേ? നത്താനിയേല് അത്തിമരത്തിന്റെ ചുവട്ടിലിരിക്കുന്നത് കർത്താവ് കണ്ടു. എങ്കിൽ നമ്മളെ കർത്താവ് ഇതുപോലെ കാണാതിരിക്കുമോ? പക്ഷെ ഒരു പ്രശ്നമുള്ളത്, നമ്മളെ കർത്താവ് കാണുന്നുണ്ടെങ്കിൽ നാം കർത്താവിനെ കാണാനില്ല. പിന്നെ ഇപ്പോ ഇങ്ങനൊരു വിനിയും കൂടി ഇട്ടേക്കുന്നത് കൊണ്ട് ഒട്ടും കാണാനില്ല. മനസ്സിലാക്കുക, നമ്മുടെ അവസ്ഥ എന്തായാലും അതെല്ലാം കർത്താവിനറിയാം. സംഭവിച്ചതറിയാം, ഇനി സംഭവിക്കാൻ പോകുന്നതും അറിയാം. അത് മനസ്സിലാക്കിയിട്ടാണ് അവിടുന്ന് നമ്മോട് സംസാരിക്കാൻ തുടങ്ങുക. അപ്പോ അച്ഛൻ പറഞ്ഞ ആദ്യം പറഞ്ഞ വചനത്തിൽ തിരിച്ചു വരികയാണ്. എന്താണ് ആദ്യം പറഞ്ഞത്? പത്രോസിന്റെ വള്ളം എവിടെയാ? ഗലീല കടലിലാണോ? തിബേരിയസ് കടലിലാണോ? ഇങ്ങനെയുള്ള കടലൊക്കെ അവിടെയുണ്ട്, പാലസ്തീനായിലുണ്ട്. പക്ഷേ ഇപ്പച്ചൻ പറഞ്ഞ കടലിൽ പറഞ്ഞൊന്നുമല്ല, ഗലീലിയല്ല, തിബേരിയാസും അല്ല. ഗനേസറത്ത് തടാകം, വെള്ളിക്കുളങ്ങര എന്ന് പറഞ്ഞ പോലെ ആ തടാകത്തിന്റെ കരയോടടുത്ത് ഈ വള്ളം കിടക്കുകയാണ്. പത്രോസ് വള്ളത്തിനും ഇല്ല, അതിൽ നിന്ന് ഇറങ്ങിയേക്കാണ്. ചില ആളുകള് ഇങ്ങനെയാണ്. എങ്ങനെ? വള്ളത്തിൽ നിന്ന് ഇറങ്ങും. ഒരു ദിവസം ഒരു വീട്ടമ്മ, ഒരു 10-35 വയസ്സുണ്ട്, 3 കൊച്ചുങ്ങളുള്ള അമ്മയാണ്. ഒരു ഉച്ച കഴിഞ്ഞ് നേരത്തെ അച്ഛൻ്റെ അടുത്ത് വന്നു.
അച്ഛാ ഒരു കുർബാനയ്ക്ക് പൈസ തരാൻ വന്നതാണ്. അപ്പൊ കുർബാനയ്ക്ക് പൈസ അത് വാങ്ങിച്ച് എഴുതി വെച്ചാൽ വിട്ടാൽ പോരെ. പക്ഷെ ആ കൊച്ചിന്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അച്ഛനൊരു വിഷമം. മോളെ എന്താ നിന്റെ അവസ്ഥ എന്ന് ചോദിച്ചാ അച്ഛൻ ചിലപ്പോൾ ചോദിക്കൂട്ടോ. നേരെ നേരെ കാണുന്ന കാര്യങ്ങൾ കാണാതിരിക്കാൻ പറ്റുമോ? പണ്ടില്ലേ ലൂക്ക 10:25-37 സമറിയക്കാരന്റെ കഥയിലെ ആ മുറിവേറ്റവനെ കണ്ടിട്ട് കടന്നുപോയ പുരോഹിതന്റെ ലേവായന്റെയും കഥയില്ലേ, അതുപോലെ ഈ കാലത്തെ പുരോഹിതൻ കടന്നു പോകാൻ പാടില്ല. കണ്ടാല് കണ്ടെന്ന് വെക്കണം. മനസ്സിലായില്ലേ? അല്ലെങ്കിൽ മഹാപാപാവില്ലേ? കാരണം യാക്കോബ് 4:17 പറയുന്നത് ചെയ്യേണ്ട നന്മ ബാക്കി പറയാൻ പാടില്ലേ? ആ ഒന്ന് പറഞ്ഞിരുന്നു. ഒരു ഉഷാറാവട്ടെ കാര്യങ്ങള്. ചെയ്യേണ്ട നന്മ കേട്ടോ, ചെയ്യേണ്ട നന്മ ഏതാണെന്ന് അറിഞ്ഞിട്ടും അത് ചെയ്യാതിരിക്കുന്നവൻ പാപം ചെയ്യുന്നു. അങ്ങനെയാണ്. അപ്പോ ഈ പറഞ്ഞ ഈ അമ്മ അച്ഛൻ്റെ അടുത്ത് വന്നിരിക്കുന്ന അമ്മ കുർബാനയ്ക്ക് പൈസ തരാൻ വന്ന, പക്ഷെ അതിന്റെ കണ്ണുകളിലുള്ള ദുഃഖവും വേദനയും അച്ഛൻ കണ്ടു. അത് കർത്താവ് തന്ന കാഴ്ചയാണ് കേട്ടോ, തമ്പുരാൻ തന്ന കാഴ്ച, അല്ലാതെ വേറൊന്നുമല്ല. ആ കണ്ണുനീരായാലും ദുഃഖം അതിന്റെ കണ്ണുകളിൽ അച്ഛൻ കണ്ടു. ഞാൻ ചോദിച്ചു, മോളെ എന്താ നിന്റെ അവസ്ഥ? ഒന്നുമില്ല അച്ഛാ. നോ, മോള് വല്ലാതെ തളർന്നിരിക്കുക. നിന്റെ മനസ്സിലൂടെ എന്തൊക്കെ കടന്നു പോകാൻ തിരിച്ചെന്നെ ചോദിച്ചു. അപ്പൊ അവള് പറഞ്ഞു, അച്ഛാ ഞാന് കാര്യം വരാം, ഞാന് മരിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. മനസ്സിലായില്ലേ? അമ്മ പറഞ്ഞ വാചകമാ, ഞാൻ മരിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. കൃത്യമായിട്ട് കാര്യം തിരിച്ച് ഞാൻ ചോദിച്ചു, എവിടെയാ? പള്ളിയിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ കഴിയുമ്പോ ഒരു റെയിൽവേ പാലമുണ്ട്, അതിൽ നിന്ന് നേരെ ചാടാൻ പോണ വഴിക്ക് അച്ഛൻ്റെ അടുത്ത് കയറണമെന്ന് തോന്നി, അതുകൊണ്ട് കയറിയതാ. അതിന് കാരണം വേണ്ടേ? അതുകൊണ്ട് ഒരു കുർബാനയ്ക്ക് പൈസ തരാൻ ഇത്രേ ഉള്ളൂ. ഈ ടൈപ്പ് കേസസ് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതൊന്നൊന്നുമല്ല, ഇത് സാധാരണ കാഴ്ച. അച്ഛൻ്റെ ഇഷ്ടം പോലെ വരെ കണ്ടിട്ടുണ്ട് അങ്ങനെ. അപ്പോ ഞാൻ ചോദിച്ചു, മോളെ എന്താ നീ നിന്റെ ഭർത്താവിനോട് പറഞ്ഞോ? ഞങ്ങൾ തമ്മിൽ മിണ്ടിയിട്ട് 3 ദിവസമായി. മോളൊരു കാര്യം ചെയ്ത് വീട്ടിൽ പോയി ഇങ്ങനെ പറഞ്ഞു. മോള് വീട്ടിലേക്ക് പോകും. അവള് വീട്ടിൽ ചെന്ന് 5 മിനിറ്റ് കഴിഞ്ഞതിന് മുമ്പ് അച്ഛനങ്ങോട്ട് ചെല്ലും. ഭർത്താവിനോട് എടാ അതേ നിന്റെ ഭാര്യങ്ങനെ തൂങ്ങി ട്രെയിനിന് മുമ്പ് ചാടാൻ പോകുന്നു പറയാൻ വേണ്ടിയൊന്നുമല്ല. അവിടെ ചെന്ന് അവനോട് കുറച്ചു നേരം ഭർത്താവിനൊക്കെ പറഞ്ഞ് വിശേഷമൊക്കെ പറഞ്ഞ് അച്ഛനെ വീടൊക്കെ ഒന്ന് വെഞ്ചരിച്ച് പ്രാർത്ഥിച്ച് തിരിച്ചു പോകും. ഇപ്പോഴും അവള് ജീവിച്ചിരിപ്പുണ്ട്. മനസ്സിലായോ? പ്രിയപ്പെട്ടവരെ, പത്രോസിന്റെ ഈ അവസ്ഥ കണ്ടിട്ട് കടന്നു പോകാതിരുന്ന കർത്താവ് അത് കണ്ടെന്ന് വെച്ച് ആ അച്ഛൻ പറഞ്ഞത്, ആ വള്ളത്തിൽ പത്രോസ് ഇല്ല. ഈ വീട്ടമ്മ 3 മക്കളുള്ള അമ്മ ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. എന്തിനാ? അവളുടെ ശരീരത്തിലുള്ള ആ ദൈവിക ജീവനെ തന്നെ പുറത്താക്കാൻ. അവളുടെ ശരീരം ആ ട്രാക്കിലിട്ടിട്ട് ആത്മാവിനെ സാത്താന് വിൽക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുക. അത് ബോധപൂർവം ചെയ്തതൊന്നുമല്ല, അറിയാണ്ട് ചെയ്തു പോകുന്നു. പല തെറ്റും അങ്ങനെയല്ലേ? അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല, അറിയാണ്ട് ചെയ്തു പോയെന്ന് പറയാറില്ലേ? ഒരുമാതിരി തെറ്റിനെ കുറിച്ചൊക്കെ അങ്ങനെയല്ലേ പറയണേ? അല്ലേ? അറിയാണ്ട് ചെയ്തു പോയതാ. പണ്ടാ നമ്മുടെ ഒരു അപ്പസ്തോലന്റെ പേര് പറയില്ലേ, യൂദാസിൽ ഇതുപോലെയാണ് സാത്താൻ കയറി. എപ്പോഴെന്നറിയാമോ? യൂദാസിൽ സാത്താൻ കയറി എപ്പോഴെന്നാ പറയാൻ ആർക്കെങ്കിലും പറ്റുമോ? ഒരു സമ്മാനം തരച്ചു. എന്തോ ഈശോ അപ്പം മുക്കി കൊടുത്തപ്പോ, ഈശോ കുർബാനയ്ക്ക് കൊടുത്തപ്പോ സമ്മാനത്തിന് ഒന്ന് ഉറപ്പിച്ചതിനോട് നാളെ തരാം സമ്മാനം. വിചാരിച്ചു ചോദിച്ചു മേടിച്ചു അച്ഛനൊന്നുമില്ല. അപ്പോ ഇങ്ങനെ ഈശോ കുർബാനയ്ക്ക് കൊടുത്തപ്പോ യോഹന്നാൻ 13:27 സാത്താൻ അവനിൽ പ്രവേശിച്ചു എന്നാ പറയുന്നത്. ഇതിലും വലിയ ഗതികേടുണ്ടോ? എങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ഈ പറഞ്ഞ വകുപ്പൊക്കെ കടന്നു വരാൻ സാധ്യതയില്ലേ? നമ്മൾ ഈ അപ്പസ്തോലനായ യൂദാസിനേക്കാൾ വലിയവരാണോ? അതെയോ? ആരെങ്കിലും ഉണ്ടോ അതിലും വലുതായിട്ട്? അപ്പോ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ സാത്താൻ പ്രവേശിച്ച അവസ്ഥ, സാത്താനാണ് പിന്നെ യൂദാസിനെ കൊണ്ടുപോകുന്നത്. ഇതുപോലെ തിന്മയുടെ അരൂപി ഈ പറഞ്ഞ അമ്മയിൽ പ്രവേശിച്ചു. അപ്പോഴാണ് അവള് ഈ ആത്മാവിനെ തന്നെ വിൽക്കാനായിട്ട് ശരീരത്തിൽ നിന്ന് ഇറങ്ങി. അപ്പൊ അച്ഛൻ പറഞ്ഞു വന്ന് ഇത്രയേ ഉള്ളൂ, പത്രോസിന്റെ വള്ളത്തിൽ നിന്ന് പത്രോസ് ഇറങ്ങി നിൽക്കാണ്. അപ്പോൾ ഈ വള്ളത്തിന്റെ ഉടമസ്ഥനായിട്ട് ശരിക്കും പറഞ്ഞാല്
അറിയാൻ പറ്റുമോ? ഈ വള്ളത്തിന്റെ ഉടമസ്ഥൻ ശരിക്കും പറഞ്ഞ ആരാന്ന് ചോദിച്ചേ? 1 കൊരിന്ത്യർ 6:19-20. അതിങ്ങനെയാണല്ലേ? നിങ്ങൾ നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്താനാ പറയുന്നത്. നമ്മളൊക്കെ എന്റെ നടക്കുന്നതല്ലേ? എന്റെ തല എന്റെ കൈ എന്നൊക്കെ പറഞ്ഞിട്ടാണ്. എന്റെ കൊച്ച്, എന്റെ ഭർത്താവ്, എന്റെ ഭാര്യ, അല്ലേ? സ്വർഗസ്ഥനായ പിതാവ് ചെല്ലുമ്പോൾ ഒരു പ്രാവശ്യം പോലും അങ്ങനെയില്ല. കുരിശു വരയ്ക്കുമ്പോ പോലും ഇല്ല. അങ്ങനെയാവല്ലേ? പക്ഷെ ആർക്ക് വിശദീകരിച്ചു പോയി നേരം പോകും. അവിടെ പോകണില്ല, സമയം വളരെ കുറച്ചല്ലേ. അപ്പോ ഈ പത്രോസിന്റെ വള്ളം ശരിക്കും കർത്താവിന്റെയാണ്. പത്രോസിനെ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഈ വള്ളത്തിൽ നിന്ന് പത്രോസ് ഇറങ്ങിയെന്നു, കർത്താവ് അതിലേക്ക് കയറിയെന്നു. ഇത്രയുള്ള കാര്യം. പത്രോസിന്റെ ഈ വള്ളത്തില് കർത്താവ് കയറി നിന്നു. എന്നിട്ട് എന്താ പറഞ്ഞ? ഇനി കേൾക്കണം. അപ്പൊ അച്ഛൻ വികാരിച്ചൻ പറഞ്ഞ വായിക്കേണ്ട വിശദീകരണം അച്ഛൻ പറയുന്നത്. സ്റ്റോപ്പ് എന്ന് പറഞ്ഞു. പത്രോസിന്റെ വള്ളം നിർത്തിയിട്ടിരിക്കുകയാണ്. അതിലേക്ക് കർത്താവ് കയറി. കർത്താവിന്റെ പ്രത്യേകത എന്താ? നിങ്ങള് വിശുദ്ധ ഗ്രന്ഥം പ്രതിഷ്ഠിച്ചില്ലേ, കൊണ്ടുവന്നില്ലേ പ്രദക്ഷിണമായിട്ട്? വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചവനാണ്. അങ്ങനെ വസിക്കാനായിട്ട് ജീവിതം മുഴുവൻ കൊടുത്തവളാണ് പരിശുദ്ധ അമ്മ, അല്ലേ? ഈ 2 വലിയ പ്രതീകങ്ങളാണ് വച്ചിരിക്കുന്നത്. പത്രോസിന്റെ വള്ളത്തിലേക്ക് കർത്താവ് കയറി എന്നിട്ട് ഇനി പത്രോസ് ശ്രദ്ധിക്കണം. എന്താണ് പത്രോസിനോട് പറയുന്നത്? പത്രോസേ, കയറിയെന്നേ, ഈ വള്ളത്തിലേക്ക് നീ കയറി നിൽക്ക്. എന്നിട്ട് ഈ വള്ളം ഒന്ന് കുറച്ചും കൂടി നീക്കിയിടുക. എന്തിനു വേണ്ടിയാ? പറയാൻ പറ്റോ? എന്തിനു വേണ്ടിയാ പത്രോസിനോട് ഇങ്ങനെ പറഞ്ഞേ? ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടി അച്ഛനൊക്കെ പറഞ്ഞ പോലെയല്ലേ? എന്തിനു വേണ്ടിയാ പത്രോസിന് വള്ളം നീക്കണം പറഞ്ഞ പോലെ? പത്രോസിനോട് വള്ളം നീക്കിടാൻ പറഞ്ഞത്, എനിക്ക് ഈ വള്ളത്തിലിരുന്ന് എന്റെ ജനത്തോട് ദൈവവചനം പറയണം. നമ്മളൊക്കെയാണ് എന്ത് പറയും? എന്നെ പൊന്നു നേരമില്ല, ഞാൻ രാത്രി പോയി കഷ്ടപ്പെട്ട് വന്നേക്കണതാ, ഇനിയിപ്പോ നീ അവിടെ കഴിക്കുന്ന പറഞ്ഞ പോലെ ഇത്ര നിർബന്ധിച്ച് എന്റെ വള്ളത്തിൽ തന്നെ കയറിയെന്ന് അവിടെ വേറെ വള്ളമില്ലേ? ഇല്ലേ? വേറെ വെള്ളമില്ലേ? 2 വള്ളങ്ങൾ അവിടെ കിടന്നു. അതിൽ ഈ ഒരെണ്ണത്തിൽ തന്നെ കയറി നിൽക്കണമെന്ന് കർത്താവിന് എന്താ നിർബന്ധം? എന്തുമാത്രം അച്ഛന്മാര് കേരളത്തിലുണ്ട്. ഈ പാവപ്പെട്ട ഈ അച്ഛനോട് തന്നെ ഇങ്ങനെ നിങ്ങളുടെ വികാരിച്ചും പറയേണ്ട വലിയ കാര്യമുണ്ടോ? അതിന് കാരണം എന്താണെന്നറിയാമോ? അച്ഛനൊരു പറ്റുപറ്റിയ ഒരു ദിവസം അച്ഛൻ വികാരിച്ചത് പറഞ്ഞതുകൊണ്ട് ഞാനൊന്ന് പറയുകയാണ്. ഒരു ദിവസം അച്ഛന്റെ പള്ളിയില് പാട്ട് പാടുന്ന പെൺകുച്ചുണ്ടായിരുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. അവളുടെ പേര് ലിവിയാന്ന. ഒരു ഉണ്ടപ്പക്രുവാ. ഈ കൊച്ചിന്റെ അപ്പച്ചൻ മഹാപശകായിരുന്നു. പശു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ തരത്തിലും പശുക്കാന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ പ്രധാനപ്പെട്ട പശു എന്ന് പറഞ്ഞാൽ ഈ വെള്ളം, പത്രോസിന്റെ വള്ളം വെള്ളത്തിൽ കിടന്നു പറഞ്ഞ പോലെയാണ് ഈ മനുഷ്യൻ ഫുൾ ടൈം വെള്ളത്തിലാണ്. അപ്പൊ ആ കൊച്ചിന്റെ അവസ്ഥ വലിയ വിഷമം തോന്നി. അപ്പൊ ഒരു ദിവസം അവളുടെ വീട്ടിലേക്ക് ചെന്നപ്പോ അവന്റെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, അവനൊരു ദിവസം അച്ഛൻ ചെല്ലുന്നതിന് മുമ്പാണ് ക്രിസ്മസ് ആഘോഷമായിട്ട് അങ്ങോട്ട് കൊണ്ടാടി. പള്ളിയിലൊന്നും പോവില്ല. അവന്റെ അളിയന്മാര് 2 പേര് അച്ഛന്മാരാണ്, ഭാര്യയുടെ 2 ആങ്ങളമാര്, എന്നാലും പള്ളിയിലൊന്നും പോവില്ല. അങ്ങനെയുള്ള ചില വകുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇവൻ ക്രിസ്മസ് ആഘോഷം എന്ന് വെച്ച് കഴിഞ്ഞാല് ഭാര്യയും മക്കളൊക്കെ പള്ളിയിൽ പോയി ക്രിസ്മസ് ആഘോഷം കഴിഞ്ഞ് പാതിരയ്ക്ക് തിരിച്ചു വന്നപ്പോ ഇവൻ ക്രിസ്മസ് ആഘോഷിക്കാൻ കുറച്ച് പടക്കവും കുണ്ടൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതൊരു പ്ലാസ്റ്റിക് ബോട്ടിലിട്ട് ഒരു തീപ്പെട്ടി എടുത്തുകൊണ്ട്, അല്ല ലാമ്പ് എടുത്തുകൊണ്ട് ഇറങ്ങി. എന്നിട്ട് ഗുണ്ട ഓരോന്ന് കത്തിച്ച് ഓരോ വീട്ടിലേക്ക് എറിയാൻ തുടങ്ങി. ഈ പാതിരയ്ക്ക് മനുഷ്യരെന്ത് ചെയ്യും? എന്തായിരിക്കും ഫലം? ഇതിനെ ആളിലൊക്കെ കൂടെ കൈകാര്യം ചെയ്തു. പിടിച്ചു കെട്ടി പയ്യൻകുളം മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. 1 മാസം അവിടെ ഇട്ടു. തിരിച്ച് വന്നേക്കുന്ന ദിവസങ്ങളിലാണ് ഞാൻ അവിടെ ചാർജ് എടുക്കുന്ന വികാരിയായിട്ട്. ഈ കഥ കേട്ടപ്പോ ഒരു പാട്ട് പാടുന്ന കൊച്ചും കൂടിയാ. അതിന്റെ അപ്പനല്ലേ ഞാൻ ഒരു സ്ഥലം ചെന്നപ്പോ അത്യാവശ്യം പത്രോസിന്റെ വെള്ളം കരക്കി കയറ്റി വെച്ച മാതിരിയല്ല, വെള്ളത്തിൽ കിടക്കുന്ന വെള്ളമാണത്. ഞാൻ പറഞ്ഞു, എടാ വർഗീസേ, ഇതെന്തടത്? അച്ഛോ അച്ഛൻ അറിയില്ലച്ചോ, എന്റെ ഭാര്യയും എന്റെ അനിയനോട് കൂട്ടുചേർന്ന അച്ഛോ എന്നെ കെട്ടിയിട്ട് മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഭ്രാന്തനാക്കിയത് അവരോട് പ്രതികരണം ചെയ്തേ ജീവിതമുള്ളൂ എന്ന് പറഞ്ഞു.
എന്റെ പരീക്ഷ ഇങ്ങനെയൊക്കെ പറയാമോ? നീ തെറ്റ് ചെയ്തിട്ടില്ലേ? ഞാനും തെറ്റ് ചെയ്തിട്ടോ. ഞാൻ ക്രിസ്മസ് ആഘോഷിച്ചു പിന്നെ അവർക്ക് എന്നാ നാട്ടുകാർക്ക് ജയിച്ചിട്ടെടുത്താ കിടക്കണേ. ഇത്തിരി ആരോഗ്യമുള്ള മനുഷ്യനാണ്, അങ്ങനെയൊന്നും പറഞ്ഞ് കേൾക്കൊന്നുമില്ല. എന്തായാലും ഞാനൊരു ഓഫർ, പിള്ളേരൊക്കെ ഓഫർ നോക്കണ കാലമല്ലേ. ഒരു ബലൂൺ മേടിക്കുകയാണെങ്കിൽ പോലും ഓഫർ എന്താ നോക്കൂലേ? എല്ലാത്തിനും മേടിക്കില്ലേ? ടാറ്റു ഉണ്ട്, ടീറ്റു ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നോക്കൂലേ ഓഫർ? ഇതുപോലെ ഓഫർ കൊടുത്തു ഞാൻ. എടാ പറയീസേ, നീ ഇന്ന് അത്യാവശ്യം നമ്മൾ വെള്ളത്തിലാണെന്നാലും ഇന്ന് ഉച്ച വരെ നീ ഇനി മദ്യപിക്കാതിരുന്നാൽ ഇന്ന് നിന്റെ വീട്ടിൽ ഞാൻ ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞു. സമ്മതിച്ചു, ഓഫറൊക്കെ കുറിച്ച് സ്വീകരിച്ചു. വർത്താനം കുറച്ച് നേരം പറഞ്ഞിട്ട് ഞാൻ അവന്റെ തറവാട്ടിലേക്ക് പോയി. അവിടെ ചെന്നപ്പോ അവൻ അപ്പനോട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഈ ദിവ്യ എന്ന് കൊച്ചച്ഛൻ്റെ അടുത്തേക്ക് വന്നു, അച്ഛാ പപ്പ അരമനയിൽ പോയച്ചാന്ന് പറഞ്ഞു. ഇതൊന്നും മനസ്സിലായോ? മഞ്ഞപ്പുറ എന്ന് വെച്ചാൽ പറഞ്ഞില്ല, മഞ്ഞപ്പുറ ഒരു ബാറുണ്ട്, ആ ബാറിന്റെ പേരാണ് അരമന. അരമണിക്കൂറിന് ആള് തിരിച്ചെത്തിട്ടോ, പാഞ്ഞെത്തി. അച്ഛൻ ഞാനിവിടെ വന്നിട്ടാ. അപ്പോ അവന്റെ അപ്പം പറഞ്ഞേ, അച്ഛൻ അവൻ ഉപദേശിച്ചിട്ട് കാര്യമില്ല, അവൻ നന്നാവില്ല അച്ഛാന്ന് പറഞ്ഞു. ചില അപ്പന്മാരങ്ങനെയല്ല, സ്നേഹം കുടുംബം പറയില്ല, അവൻ നന്നാവില്ല. എനിക്കത് കേട്ട് വലിയ വിഷമമായി. കാരണം ഒരു വൈദികൻ ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാക്കാണത്, നന്നാവില്ല എന്ന്. നന്നാക്കാൻ വേണ്ടിയല്ലേ കർത്താവ് അച്ഛനെ വിളിച്ചത്. ഒരപ്പൻ അത്രയും കൂടി പറയാൻ പാടുണ്ടോ? അപ്പന്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കുന്നതാണ്. പ്രഭാഷകൻ ഏത് അധ്യായം എന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? പറ്റുമോ? നിങ്ങളുടെ അച്ഛൻ വലിയ ധ്യാനപരമായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ധൈര്യം പിടിച്ച് ചോദിക്കണം കേട്ടോ. അച്ഛൻ ഇഷ്ടംപോലെ വചനമൊക്കെ പറഞ്ഞ് നിങ്ങളതിന് മുങ്ങി കുറിച്ചെടുക്കാൻ വിചാരിച്ചിട്ടാണ്. അത് അച്ഛന്റെ കുറ്റമല്ല. ഈ അച്ഛൻ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ശ്രവിക്കുക എന്ന് പറഞ്ഞത്. സ്റ്റോപ്പ്, ലിസൺ, പ്രൊസീഡ്. പ്രൊസീഡ് ചെയ്യുമ്പോൾ ശ്രവിക്കുന്ന തലമാണത്. അപ്പോ ഈ പറഞ്ഞ എന്താ പറഞ്ഞ വിട്ടുപോയപ്പോഴത്തേക്ക് കണക്ഷൻ വിട്ടുപോയപ്പോഴേക്കും എന്താണ് പറഞ്ഞത്? ഈ മകൻ നന്നാവില്ല, അച്ഛന് വിഷമായി. അവൻ വലിയപ്പ അങ്ങനെ പറയില്ലേ, 80 വയസ്സുള്ള വലിയപ്പനാണ്. വലിയപ്പ അങ്ങനെ പറയില്ലേ. എന്റെ അച്ഛൻ ഇന്നലെ വന്നല്ലേ ഉള്ളൂ. ഞങ്ങളോട് പറഞ്ഞ ഡയലോഗല്ലേ നിങ്ങൾ? അച്ഛൻ ഇന്നലെ വന്നല്ലേ ഉള്ളൂ. എന്റെ മോൻ അച്ഛനറിയാമോ? എനിക്കറിയാം. അവൻ നന്നാവില്ല അച്ഛൻ വെറുതെ ഉപദേശിച്ച് വിഷമിക്കണ്ട. അവന് വലിയപ്പ അങ്ങനെ പറയില്ലേ. അത് ഇനിയിപ്പോ അച്ഛനോട് ചോദ്യം ചോദിച്ചു, വെല്ലിപ്പ കഴിക്കാറുണ്ടോ? അപ്പൊ വലിയപ്പൻ പറഞ്ഞു, ഞാൻ കിടക്കാൻ നേരത്ത് ശരിയോളം കഴിക്കും, ഇത്രേ ഉള്ളൂ. ഇവനെ പോലും ഒന്നല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഇവിടെ സാധനം ഇരിപ്പുണ്ടോ? ഉണ്ടോ? അപ്പൊ ഞാൻ പറഞ്ഞു, വല്യപ്പ അവന് വീട്ടില് സാധനം ഇല്ലാത്തത് കൊണ്ട് അവൻ അരവനെ പോയേ. മനസ്സിലായില്ലേ? കൊണ്ടതിന് പോയില്ലായിരുന്നു, കൊണ്ട് കാര്യമില്ലല്ലോ. ഞാൻ ഈ വല്യപ്പനെ വിളിച്ചുകൊണ്ട് പതുക്കെ മുകളിലത്തെ നിലയിൽ പോയി സാധനം എടുത്ത്, ജാതിക്ക് ചാക്കിന്റെ ഇടയ്ക്ക് ഒരു കുപ്പി ഇരിപ്പുണ്ട്, എടുത്തു വന്നുകൊണ്ട് വല്യപ്പ എടുത്തു വന്നു. അങ്ങനെ ഞാൻ വല്യപ്പനും കൂടി ചെറിയ, നമ്മുടെ ഈ ബൈബിൾ പ്രതിഷ്ഠ നടത്തിയതുപോലെയല്ല, അതിൽ ചെറിയൊരു പ്രതിഷ്ഠ പോലെ ഞാൻ ഈ വല്യപ്പനും കൂടി അച്ഛന്റെ കാറിന്റെ അടുത്ത് ഞാൻ ഡിക്കി തുറന്നു കൊടുത്തു. അച്ഛൻ കൈകൊണ്ട് തൊട്ടില്ല, അത് ഡിക്കിയിലേക്ക് ഇട്ടു, കാറിലേക്ക്. അത് കഴിഞ്ഞ് വന്നു, ഞാൻ പോരാണ്. അപ്പൊ ഇവൻ സമ്മതിക്കില്ല. അച്ഛൻ ഊണ് കഴിച്ചിട്ടോട് പോകാൻ അച്ഛനോട് വാക്ക് പറഞ്ഞില്ലേ? അച്ഛന്മാര് പറഞ്ഞ വാക്ക് പാലിക്കാൻ ബാധ്യതയുണ്ടല്ലോ. നിങ്ങളൊക്കെ അത് പ്രത്യേകം ക്രോസ് ചെയ്ത് നോക്കണവരില്ലേ? അച്ഛൻ പറഞ്ഞതാണ്, ഇത് നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന ശരീരമാണ്, പാപമോചനത്തിനായി. എന്നിട്ട് അച്ഛനോടൊന്നും സംസാരിപ്പിക്കാൻ പറഞ്ഞ അച്ഛൻ വന്നില്ല. രോഗിയിലെന്ന് ചോദിച്ചാൽ അച്ഛൻ വന്നില്ല. കുടിമടിക്കാൻ വന്നപ്പോ കൊടുത്ത് ഇതൊക്കെ ഇഷ്ടമാനൊക്കെ പരാതിക്ക് ചിലപ്പോൾ പറയാൻ സാധ്യതയില്ലേ? എവിടെയൊന്നും അങ്ങനെ ഉണ്ടാവില്ല. വെള്ളിക്കുറങ്ങൾ വലിയ കുഴപ്പമില്ലായിരിക്കും. പല സ്ഥലങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ? അടുത്ത നിമിഷം തന്നെ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ വൈറലാക്കും. ശരിയല്ലേ? ഇവൻ സമ്മതിക്കില്ല. അച്ഛൻ വാക്ക് പറഞ്ഞല്ലേ? എന്റെ തമ്പുരാനേ, ആകെ വിഷമ. 1 കൊരിന്ത്യർ 5:11 അച്ഛൻ്റെ ഓർമ്മയിലുണ്ട്. എന്നാ 1 കൊരിന്ത്യർ 5:11 സഹോദരൻ വിളിക്കപ്പെടുന്നവൻ അസന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാധാരണോ പരദൂഷകനോ മദ്യപനോ കഴിച്ചു. പിറ്റേന്നാണ് രംഗം വഷളായത്. പിറ്റേന്ന് രാവിലെ കുർബാന അർപ്പിക്കുമ്പോ ഈ പെങ്കൊച്ച് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ദിവ്യ പാട്ട് പാടാനുണ്ട്. ഒരു നിമിഷം അച്ഛൻ വെറുതെ ഇങ്ങനെ അങ്ങോട്ട് നോക്കി, ഈ കൊച്ചിനെ കണ്ടു. അതോടെ പ്രശ്നം ഗുരുതരായി. എന്താണെന്നറിയോ? അച്ഛനിപ്പോ അച്ഛനായിട്ട് എത്ര കൊല്ലായി കാണുന്ന വിചാരം? 42 കൊല്ലായി. ഈ 40 ചെന്നു. എടാ വർഗീസേ, ഇങ്ങനെ ആയ എങ്ങനെയാ? തലേദിവസം ചോദിച്ച പോലെയല്ല. ആ ബലിയില് ആ കുഞ്ഞിന്റെ, അവളുടെ അമ്മയുടെ, അവളുടെ ആങ്ങളയുടെ ഒക്കെ വേദനയും ദുഃഖവും അച്ഛൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ ഒപ്പിയെടുത്തിട്ട് പിറ്റേ ദിവസം അർപ്പിച്ച ബലിയ.
ആ ബലിക്ക് ശേഷം അച്ഛൻ ഒറ്റയ്ക്കല്ല ചെന്നേക്കണേ, കർത്താവ് അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. തലേദിവസം അച്ഛൻ ഒറ്റയ്ക്ക് മാനുഷികമായ സ്നേഹവും ഒരു ബന്ധവും അടുപ്പൊക്കെയുള്ളൂ. പക്ഷെ പിറ്റേ ദിവസം കർത്താവും അച്ഛൻ്റെ കൂടെ പോകുന്നു. എടാ വർഗീസേ, ഇങ്ങനെയായി എങ്ങനെയടാ? കൂടുതൽ ഉപദേശം ഒന്നും പറയേണ്ടി വന്നില്ല. ഒറ്റയടിക്ക് അവൻ ഇങ്ങോട്ട് പറഞ്ഞു, എന്താണെന്നറിയോ അച്ഛാ, എനിക്ക് നന്നാവണം അച്ഛാ. അച്ഛൻ എന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി ആക്കും. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ചോദിച്ചു, എവിടെ പോണ്ടേ നിനക്ക്? അപ്പൊ അവൻ പറഞ്ഞു, അച്ഛൻ ആനന്ദപുരം എന്നൊരു സ്ഥലമുണ്ട്, അവിടെ പോയാൽ തിരക്കില്ല. എൻ്റെ കയ്യിൽ പൈസയൊന്നുമില്ല. ഞാൻ അവൻ്റെ ഭാര്യയോട് ചോദിച്ചിടി, ഒരു 2000 രൂപ താട്ടെ, കടന്നു വെച്ചു. എന്നിട്ട് വണ്ടിയിൽ ഇങ്ങനെ കയറ്റി പോരുകയാണ്. ആനന്ദപുരം അടുക്കാറായി. ആദ്യമായിട്ട് ആനന്ദപുരം കാണണേ. മദ്യപാനികൾക്ക് ആനന്ദപുരം കണ്ടിട്ടുണ്ടോ? അച്ഛാ അത് കണ്ടിട്ടില്ല, ആദ്യമായിട്ടാ. അപ്പോ അവൻ പറഞ്ഞു, അടുക്കാറായപ്പോ അച്ഛാ എന്നെ അവിടെ ചിലപ്പോ കയറ്റില്ല കേട്ടോ. എന്താ അച്ഛൻ, ഞാൻ ഒരു പ്രാവശ്യം എന്നെ ഇവിടെ പിടിച്ചു വെച്ച ആളെ കൊണ്ടുവന്നതാ. എന്നിട്ട് 2ാം ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് രക്ഷയിൽ ഇവിടെ നിൽക്കാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ ശ്വാസപ്പെട്ട അവസ്ഥയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് പോകണമെന്ന് പറഞ്ഞു. അവർ സമ്മതിക്കില്ല. ഞാൻ ആ കമ്പൗണ്ടർ 2 കൊടുത്തു. ആരോഗ്യമുള്ളവർ 2 കൊടുത്തു. ഞാൻ മതിലിയാടിയുടെ ഭാഗത്തിന് സ്ഥലം വിട്ടു. അപ്പൊ അവിടുത്തെ രജിസ്റ്ററിൽ എഴുതി വെച്ചിരുന്നത് കേട്ടു, ഇനി ഈ പാർട്ടി ഇവിടെ അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പൊ പ്രശ്നം ഗുരുതരായല്ലോ. എടാ പരീക്ഷയിൽ കാര്യം ഇനി പുറത്ത് നിന്നാൽ മതി, ഞാൻ കേസ് കൈകാര്യം ചെയ്യട്ടെ. അങ്ങനെ ഡയറക്ടേഴ്സിന്റെ അടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞു, വെച്ചാൽ ഞാൻ ഇന്ന് ദേവഗിരിന്ന് ഇടവയുന്ന അവിടെ ഒരാളെ കൊണ്ടുവന്ന, അവന്റെ പേരെന്താ? വർഗീസ്. ആ അച്ഛപ്പൻ വർഗീസ് എന്നാ. ഉടനെ ഡയറക്ടേഴ്സിന് ചോദിക്കുന്ന ചോദ്യമാണ്. മനസ്സിലായില്ലേ? അച്ഛപ്പൻ വർഗീസ്. ഞാൻ കുറച്ച് ദിവസമല്ലേ വന്നിട്ട്, വർഗീസിന്റെ പേര് അവിടെ തന്നെ ആയിരിക്കുള്ളൂ. എന്തായാലും അവസാനം രജിസ്റ്ററിംഗ് എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും അവനെ അഡ്മിറ്റ് ചെയ്തു. മനസ്സിലായില്ലേ? എന്നിട്ട് അവന്റെ കുടിയൊന്നും മാറിയില്ല. പക്ഷേ കുറെ ദിവസം കഴിഞ്ഞപ്പോ അവൻ എന്നോട് പറഞ്ഞൊരു ഡയലോഗുണ്ട്. അവൻ കുടി മാറി യഥാർത്ഥ കഥ പറഞ്ഞെന്നോട്, അച്ഛാ എൻ്റെ അപ്പൻ, ഞാൻ നാള് മുതൽ കാണുന്ന അപ്പനല്ലേ, അപ്പൻ എന്നും കുടിക്കും, കുറച്ചുള്ളൂ. ഈ പറഞ്ഞ ഈ 8ാം ക്ലാസ് എന്റെ അപ്പൻ അച്ഛൻ പറഞ്ഞു ഇത്രയും കാക്കാൻ പിന്നെ ഞാനാണോ? അന്ന് അവൻ കൂടി നിന്നു. മനസ്സിലായോ? അവന്റെ അപ്പന്റെ മരിച്ചിരിക്കുന്ന അച്ഛൻ ഇത് സൂചിപ്പിച്ചു പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ അവന് വിഷമായി. അച്ഛനോട് വിഷമായിട്ട് പറഞ്ഞു. എന്താ വിഷമം പറഞ്ഞതറിയാമോ? അച്ഛനത് സൂചിപ്പിച്ചില്ല. എന്റെ കഥ മുഴുവൻ അച്ഛനമ്മ പ്രസംഗത്തിൽ പറയേണ്ടതായിരുന്നു. ഇതാ പറഞ്ഞ മനസ്സിലായോ? അങ്ങനെയാ പറഞ്ഞത്. കാരണം അവന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയതാണ്. അച്ഛൻ ഈ കാര്യം പറയാനില്ലേ? എന്താ? പത്രോസിന്റെ വള്ളത്തിൽ ഈശോ കടന്നപ്പോൾ അവിടെ നടന്ന അത്ഭുതമുണ്ട്. അച്ഛൻ ഈ പറഞ്ഞ കുടുംബത്തിലെ കുർബാനയും കഴിഞ്ഞ് വിശുദ്ധ കുർബാനയില് ഈശോയുടെ സാന്നിധ്യം കൊണ്ട് ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവനിൽ വന്നൊരു മാറ്റമുണ്ട്. അതെന്തുമാത്രം ചോദിച്ചാൽ, അച്ഛൻ ആ പള്ളിയിൽ നിന്ന് മാറിപ്പോണതിന്റെ തലേ ദിവസം അവൻ വീട് പുതുക്കി പറഞ്ഞ് വെഞ്ചരിക്കണമെന്ന് നിർബന്ധമായിരുന്നു. എന്നിട്ട് അവൻ പറഞ്ഞൊരു കാര്യം, നോമ്പുകാലാണെങ്കിലും കാരണം അറിയാമോ? അവൻ പറഞ്ഞതാണ്, അച്ഛാ എന്റെ കമ്പനി എന്റെ ഈ പ്രദേശത്തുള്ളതൊന്നുമല്ല, തൃശ്ശൂർ ഇങ്ങനെ ഇങ്ങനെ വളരെ സ്ഥലങ്ങളിലുള്ളവരാണ് പണ്ടു മുതലേ. അവരെയൊക്കെ വിളിച്ചിരിക്കാൻ എന്റെ വീട് വിരുന്ന് ക്ഷണിക്കണം. എന്തിനാണെന്നറിയാമോ? എന്റെ മദ്യപാനം അച്ഛൻ വഴിയാ മാറിയത്. ഈ അച്ഛൻ എനിക്ക് അവരെയൊക്കെ ഒന്ന് കാണിച്ചു തന്നു. അതിനുവേണ്ടി എന്റെ വീട് വെച്ചിരിക്കാൻ നോമ്പുകാലത്തിനെങ്കിലും വെച്ചതാണ്. ഒരു അഭിമാനം തോന്നി. ഇതൊക്കെ നിങ്ങൾ വിചാരിച്ച പറയിപ്പിച്ചോണ്ട് എല്ലാവരും പറയില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അച്ഛനത് പറയുന്നത് ഈ വചനത്തോട് ബന്ധപ്പെടുത്തിയാണ്. പത്രോസിന്റെ വള്ളത്തിൽ കർത്താവ് കയറി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ഭയങ്കര ഒരു സംഭവം നടന്നു. എന്താണെന്നറിയാമോ? യോഹന്നാൻ 6:63 പറയുന്നത്, ആത്മാവാണ് ജീവൻ തരുന്നത്. ബാക്കി പറയാൻ പറ്റുമോ? ആത്മാവാണ് ജീവൻ തരുന്നത്. എന്തോ കേൾക്കണില്ല. ശരീരം ഒന്നിനും ഉപകരിക്കില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ വാക്കുകള് ആത്മാവും ജീവനുമാണ്. ദൈവത്തിന്റെ വചനം ആത്മാവും ജീവനുമാണ്. ഇബ്രാഹിം 4:12 നമുക്ക് കാണാൻ പാടാണല്ലോ. ഈ ജീവനുള്ള വചനം മാംസമായ ക്രിസ്തുനാഥൻ ഈ വള്ളത്തിൽ, പത്രോസിന്റെ ഈ വള്ളത്തിൽ കയറി കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ആത്മാവിന്റെ ഒരു വലിയ പ്രസരം ഉണ്ടായി. അത് വിശദീകരിക്കാൻ അച്ഛൻ പെട്ടെന്ന് വരുന്ന ഉദാഹരണം ലൂക്ക 1:39-45 അറിയാലോ. അതായത് പരിശുദ്ധ കന്യകാമറിയം ഏലീശായുടെ ഭവനത്തിൽ ചെന്നപ്പോൾ
എന്തൊക്കെ സംഭവിച്ചെന്നറിയാലോ, വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ. എലീശോമയുടെ ഭവനത്തിൽ ചെന്നപ്പോൾ എലീശോമ പരിശുദ്ധാത്മാവ് നിറഞ്ഞോളായി. എലീശോമ മാത്രമാണോ? ആ പൊടിക്കുഞ്ഞു മുടി അല്ലേ? ശരിയല്ലേ? പിന്നെയോ ലൂക്ക 1:67 വചനം പറയുന്നത് സക്കറിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പ്രവചിച്ചു എന്നാണ്. പറഞ്ഞേ, സക്കറിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു പ്രവചിച്ചു. ആ ഈശോ മാതാവിന്റെ ഉള്ളിലായിരുന്നപ്പോ ഇത്രയാണെങ്കിൽ വചനമാംസമായ ഈശോ പത്രോസിന്റെ വള്ളത്തിൽ കയറിയപ്പോഴോ ആ വള്ളത്തിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടായി കാണും? ഈ ഈശോ നമ്മുടെ ഉള്ളിൽ വരുമ്പോഴോ, ഈ ഈശോ നമ്മുടെ കുടുംബത്തിലേക്ക് വരുമ്പോഴോ? പക്ഷെ ഇത് മനസ്സിലാവുന്നുണ്ടോ? അനുഭവിക്കുന്നുണ്ടോ? എന്തുകൊണ്ടാ? അച്ഛൻ പറഞ്ഞ രണ്ടാമത്തെ വാക്യത്തെ പ്രശ്നം കേൾക്കണില്ല. നമ്മുടെ ഈ പള്ളിയിലെ വലിയൊരു പ്രശ്നം എന്താണ്? സൗണ്ട് സിസ്റ്റം ആകെ അച്ഛൻ പറയുന്നത് കേൾക്കാൻ പറ്റില്ലായിരുന്നു അല്ലേ? ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ പറ്റാത്ത കാലമല്ലേ? പ്രത്യേകിച്ച് ഞങ്ങൾ എറണാകുളം അച്ഛന്മാരെന്നൊക്കെ പറഞ്ഞ് ഇനി ഒട്ടും ആൾക്ക് കേൾക്കാൻ പറ്റാത്ത കാലമാണ് അല്ലേ? പ്രിയപ്പെട്ടവരെ, ഈ കർത്താവ് പറയുന്നത് നമ്മൾ കേൾക്കണില്ല. അതുകൊണ്ടാണ് വിചാരിച്ചു പറഞ്ഞത് ലിസൺ. ആ വാക്ക് കേട്ടപ്പോ അച്ഛൻ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അങ്ങ് ഡൽഹിയില് മദർ തെരേസ സിസ്റ്റേഴ്സിനെ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോ ഒരു ധ്യാനം 8 ദിവസത്തെ ധ്യാനമാണ്. ധ്യാനം ആരംഭിച്ചത് അവിടുത്തെ ഇംഗ്ലീഷ് പാഠ്യപുസ്തകത്തിലെ 86 എന്ന നമ്പറിലാണ്. ആ പാട്ട് എങ്ങനെയാണ്? ലിസൺ ലിസൺ എന്ന് പറഞ്ഞിട്ടാണ്. അച്ഛനക്ക് ഓർത്തു, അച്ഛൻ വിചാരിച്ച് പറഞ്ഞ് കേട്ടപ്പോ. അപ്പോ കർത്താവ് പറഞ്ഞത് കേൾക്കാൻ. ഇതിനു വേണ്ടിയാണ് പത്രോസിന്റെ വള്ളത്തിലേക്ക് കർത്താവ് കയറിയത്. ആളുകളെ കേൾപ്പിക്കാൻ വേണ്ടിയല്ല. ഈ പാർട്ടിയെ ഇന്നൊരു ദിവസമേ കിട്ടുള്ളൂ. കാരണം സാധാരണ എന്തെങ്കിലുമൊക്കെ കിട്ടാറുള്ളത് പത്രോസിന് അന്ന് ഒന്നും കിട്ടിയിട്ടില്ല. എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ അത് വിൽക്കാൻ പോയേനെ. ശരിയല്ലേ? ശരിയല്ലേ? എന്തെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ വിൽക്കാൻ പോയേനെ. ഇതൊന്നും കിട്ടാത്ത രാത്രിയാ. ചിലപ്പോ കർത്താവ് യേശുമിശിഹ അന്ന് പ്രാർത്ഥിച്ചു കാണും. ലൂക്ക 6:12 പറയുന്ന കർത്താവിന്റെ സ്വഭാവത്തെ കുറിച്ച് എന്താണെന്നറിയാമോ? അവൻ രാത്രി മുഴുവൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് ചെലവഴിച്ചു വന്നു. അന്ന് രാത്രി ചിലപ്പോ കർത്താവ് യേശുമിശിഹ പ്രാർത്ഥിച്ചു കാണും, കർത്താവെ, പിതാവെ, ആ തടാകത്തില് വലയിട്ടൊഴിയുന്ന പത്രോസിന് ഇന്നത്തെ രാത്രി ഒന്ന് കൊടുത്തേക്കല്ലേ എന്ന് പറഞ്ഞു. മനസ്സിലായോ? കാരണം അവനെ ഇങ്ങനെ വന്നാലേ കിട്ടുള്ളൂ. നമ്മളെ അങ്ങനെയൊക്കെ തന്നെയാണ്. കോവിഡ് ഈ അവസ്ഥയിലൊക്കെ ആയിട്ട് നമ്മളെ കിട്ടിയിട്ടില്ല എന്ന് കർത്താവിനറിയാലോ. നമ്മൾ അങ്ങനെ പിരിയോടുന്ന ടൈപ്പല്ലല്ലോ. പക്ഷേ ഇതാണ് യാഥാർത്ഥ്യം. ആമോസ് 4:6 മുതൽ വചനങ്ങൾ വായിച്ചാല് ഇതൊന്നുകൂടി വ്യക്തമാകും. ഇങ്ങനെ കുറെ വചനങ്ങളോട് എങ്ങനെ ഓർത്തിരിക്കാനല്ലേ? ചെങ്ങനെ അമ്മനാ പറയുന്നതാ. ആമോസ് 4:6 മുതൽ വചനങ്ങളില് പറയുന്നത്, നിങ്ങളുടെ എല്ലാ നഗരങ്ങളിലും നിങ്ങളുടെ പല്ലിന് പണിയില്ലാതാക്കിയത് ഞാനാണ്. നിങ്ങളുടെ പാർപ്പിടങ്ങളിൽ ആഹാരത്തിന്റെ തരി പോലും ഞാൻ ഇല്ലാതാക്കി. എന്നിട്ടും നിങ്ങൾ എന്റെ പക്കലേക്ക് മടങ്ങി വന്നില്ല, കർത്താവ് അരുളി ചെയ്യുന്നു. അവിടെ 6-7 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓരോന്നും പറഞ്ഞിട്ട് പറയും, എന്നിട്ടും നിങ്ങൾ എന്റെ പക്കലേക്ക് മടങ്ങി വന്നില്ല. ഇപ്പൊ ചിലർ ഉൾക്കാഴ്ച കിട്ടി. എന്താണെന്നറിയാമോ? ഈ ചേട്ടന് ഫോൺ അടിച്ചു. ഞങ്ങൾ തെറ്റായിട്ടൊന്നും പറയുന്നതല്ലാട്ടോ, നല്ല കാര്യം പറയുന്നതാണോ. ഈ ഫോൺ അടിച്ചപ്പോ ഉടനെ എടുത്തത് സ്വിച്ച് ഓഫ് ചെയ്ത് അല്ലെങ്കിൽ സൈലന്റ് ആക്കി. മനസ്സിലായില്ലേ? കർത്താവ് ഇതുപോലെ നമ്മുടെ ഉള്ളിലിരുന്ന് എന്തുമാത്രം വിളിയ നടത്തണമെന്നറിയാമോ? പക്ഷേ നമ്മളത് കംപ്ലീറ്റ് മ്യൂട്ടാക്കി വെച്ചേക്കുക. ആ സമയത്ത് മനുഷ്യരാര് വിളിച്ചാലും നമ്മൾ തിരിച്ചെങ്കിലും വിളിക്കുന്നത് കഴിഞ്ഞിട്ട് കർത്താവിന്റെ വിളിക്ക് മാത്രം തിരിച്ചു വിളിയൊന്നുമില്ല. അതൊക്കെ അവിടെ കിടന്ന് വിളിക്കും. മനസ്സിലായോ? അതുകൊണ്ട് ഈ ഒരു നിമിഷത്തിൽ കണ്ണടച്ചു എല്ലാവരും. എന്നിട്ട് ഒരു പാട്ട് പാടാൻ തുടങ്ങുക. ദൈവത്തിന്റെ വചനം ശ്രവിക്കാനുള്ള ആഗ്രഹവും താല്പര്യമൊക്കെ പ്രകടിപ്പിച്ചുകൊണ്ട്. അപ്പോ കർത്താവെ, ഞങ്ങളുടെ വള്ളത്തില്, ഞങ്ങളുടെ വെള്ളിക്കുളങ്കരയില്, ഈ കുളക്കരയിൽ കിടക്കുന്ന എൻ്റെ ജീവിതമാകുന്ന വള്ളത്തില്, എൻ്റെ കുടുംബമാകുന്ന വള്ളത്തില് നീ ഇന്ന് കയറി വന്ന് നിൽക്കുകയാ. കർത്താവെ, നിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ, നീ എന്നോട് നിർത്താതെ സംസാരിക്കാനായിട്ട്
എന്റെ ജീവിതത്തെ മുഴുവനെയും പ്രകാശിതമാക്കാനായിട്ട്, എന്റെ ജീവിതത്തിന് മുഴുവൻ വെളിച്ചം തരാനായിട്ട്, എന്റെ പോരായ്മകളെയും ബലഹീനതകളെയും തെറ്റുകുറ്റങ്ങളെയും പാവങ്ങളെയും ഒക്കെ പരിഹരിക്കാൻ വേണ്ടി നീ എന്റെ വള്ളത്തിൽ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട്, അതെ, എന്റെ വള്ളം നിർത്തിയിട്ടിരിക്കുന്ന ഈ വള്ളം ചിലപ്പോൾ നിരാശ കൊണ്ടാ, പ്രത്യാശ മുഴുവൻ നഷ്ടപ്പെട്ടിട്ടാ, ഇനി എന്ത് ചെയ്യാനോ ഒന്നും ചെയ്യാനില്ല എന്നൊക്കെ ചിന്തിച്ചു പോയിട്ടാ ഈ വള്ളത്തില് നീ കടന്നു വന്ന് നിൽക്കുകയാ. നിന്നെ കാണാൻ, തിരിച്ചറിയാൻ, നീ എന്റെ വള്ളത്തിൽ വന്നിട്ട് എന്നോട് സംസാരിക്കാൻ തുടങ്ങുകയാ. കർത്താവേ, നിന്നെ കേൾക്കാൻ, ലിസൺ ചെയ്യാൻ, അതിനുള്ള അനുഗ്രഹം തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു ഗാനം ആലപിക്കാം. പ്രിയപ്പെട്ടവരെ, പത്രോസിന്റെ വള്ളത്തില് കർത്താവ് കയറി നിന്നു. അച്ഛൻ പറഞ്ഞു, പത്രോസിന് ഭയങ്കര ക്ഷീണമൊക്കെയാ, ഭയങ്കര തളർച്ചയാ, കഷ്ടപ്പെട്ടത്. വൈകുന്നേരം ആകുമ്പോൾ ഈ ചില അമ്മമാര് തന്നെ അപ്പന്മാർ പറയും, മക്കൾ പറയും, ഇച്ചിരി കഴിച്ചോട്ടെ, അത് കഷ്ടപ്പെട്ടതല്ലേ, കാലത്ത് വൈകുന്നേരം വരെ ലൈസൻസ് കൊടുക്കും അമ്മമാര് തന്നെ. അമ്മമാരെങ്കിൽ ലൈസൻസ് കൊടുത്താൽ പിന്നെ അങ്ങനെയുള്ള ഭർത്താക്കന്മാർ ജീവിതത്തിൽ കുടിമാറും. മനസ്സിലായില്ലേ? പത്രോസ് ആകെ മടുത്ത് കഷ്ടപ്പെട്ടതല്ലേ. അതുകൊണ്ട് പത്രോസിന് ഉറങ്ങിക്കൊള്ളേ എന്നല്ല വിചാരിച്ചേ. കർത്താവ് തന്റെ വചനമാംസമായവൻ അവിടുത്തെ വചനം പറയുകയാണ്. വചനത്തിന്റെ പ്രത്യേകത അച്ഛൻ പറഞ്ഞു, അത്
ജീവനുള്ളതാ. എബ്രായർ 4:12 നമുക്കൊക്കെ മനഃപ്പാഠമാണല്ലേ? സജീവവും ഊർജ്ജസ്വലവും ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും മജ്ജയെയും മാംസത്തെയും തുളച്ചു കയറാൻ ശക്തിയുള്ളതും ആത്മാവിന്റെ ചേതനകളെ വിവേചിച്ചറിയുന്നതുമാണ്. ഇത് പറഞ്ഞപ്പോൾ അച്ഛന്റെ മനസ്സിൽ വന്നത് ഒരു 1995 ജർമ്മനിയിലെ ബോഹിങ്ങൻ എന്ന ഒരു പള്ളി, ഒരു കൊച്ചു പള്ളിയാണ്. അവിടെ ഒരു ദിവസം അച്ഛൻ ഒരു ഭക്ഷണം കഴിക്കാൻ പോയ ദിവസമാണ്. അവിടെ ഒരു വല്യപ്പനും മകനുള്ളൂ. ഒരു 28-30 വയസ്സുള്ള ചെറുക്കൻ, മർക്കോസ് എന്ന അവന്റെ പേര്. അവിടെ പള്ളിയുടെ അടുത്ത ഈ വല്യപ്പന്റെ പ്രത്യേകത, ഒരു കൈയുള്ളൂ. ഒരു കൈ ഇവിടെ വെച്ച് മുറിഞ്ഞു പോയിരിക്കണതാ. 2ാം ലോകമഹായുദ്ധ കാലത്ത് യുദ്ധത്തിന് പോകാതെ ഈ ഇങ്ങനെ പരിക്ക് കാരണം പോകാതിരിക്കുന്ന അവസ്ഥ കിട്ടിയ മനുഷ്യനാണ്. കൊച്ചുകുട്ടിയായി ഒരു വണ്ടി കയറി കൈ പോയതാണ്. പക്ഷെ ഈ ഒറ്റ കൈ കൊണ്ട് ഈ മനുഷ്യൻ വണ്ടിയൊക്കെ ഓടിക്കും. അച്ഛൻ്റെ റെയിൽവേ സ്റ്റേഷൻ ചെന്നാൽ വിളിച്ചാൽ മതി, അച്ഛൻ പുള്ളി അവിടെ വരും കൊണ്ടുപോകാനായിട്ട് അച്ഛനെ പള്ളിയിലേക്ക്. അപ്പോ ഒരു ദിവസം അച്ഛനെ ഭക്ഷണത്തിന് വിളിച്ചു. ആ വീട്ടില് പള്ളിയുടെ അടുത്ത് തന്നെ വീടാണ്. ചെന്ന് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞപ്പോ ഈ അമ്മ, ജർമ്മനിയിലെ അമ്മമാര് ഇവിടുത്തെ ഇന്ത്യയിലെ അമ്മമാരെ പോലെ ഒന്നുമല്ല കേട്ടോ. മക്കളുടെ പോരായ്മയോ കുറ്റമൊന്നും ഒരാളോടും പറയില്ല. അവരൊക്കെ ഭയങ്കര ബഹുമാനവും സ്നേഹവും. ഇവിടുത്തെ അമ്മമാർക്ക് സ്നേഹമില്ലാന്നല്ല, സ്നേഹം കൂടുതലോട് വഴക്ക് പറയുന്നതാണ്. എന്തായാലും ഈ അമ്മ സ്വാതന്ത്ര്യത്തോടെ പറഞ്ഞു, എന്റെ അച്ഛാ, എന്റെ മോൻ മർക്കോസ് ഒരു പള്ളിയില്ല, പട്ടക്കാരനുമില്ല, ഒരു കുമ്പസാരമില്ല, കുർബാനയില്ല. എനിക്ക് വിഷമം തോന്നി. അയ്യോ, അവരുടെ രീതി അങ്ങനെയല്ല പറഞ്ഞു. അപ്പൊ ഞാൻ അവിടെ ഭക്ഷണം കഴിക്കാനായിട്ട് ഇരിക്കാണ്ടോ മേശടിച്ചിട്ടും ഞങ്ങൾ 4 പേരും കൂടി. അപ്പോൾ ഞാൻ ചോദിച്ചാൽ മർക്കോസെ, അമ്മ പറഞ്ഞ് ശരിയാണോന്ന് ചോദിച്ചു. അമ്മ ശരിയാണോ ചോദിച്ചു. നാണോ പേടി വിഷമമൊന്നുമില്ല, ശരിയാണോ ചോദിച്ചു. ഞാൻ പള്ളിയിലോട്ട് പോകാൻ എനിക്ക് വിശ്വാസമൊന്നുമില്ല. ഞാൻ അവനെ വിളിച്ചുകൊണ്ട് നീ വന്നേ എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ റൂമിലേക്ക് കൊണ്ടുപോയി. അച്ഛന്റെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ട്, പോക്കറ്റ് ബൈബിള്. ഇതിപ്പോ മൊബൈലാണ്. ഇപ്പൊ ബൈബിൾ വരെ മൊബൈൽ ഉപയോഗിക്കണേ. ഇതിൽ ബൈബിള് വായിക്കാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കണേ. ഇതിൽ നോക്കാതെയൊക്കെ പറയണമെങ്കിലും ബൈബിള് വായിക്കാൻ ഏറ്റവും കുറച്ച് മൊബൈൽ ഉപയോഗിക്കുന്നത്, കുർബാനയ്ക്ക് ഉൾപ്പെടെ എങ്ങനെയാണ്. അപ്പോൾ എന്റെ കയ്യിൽ നിന്ന് പോക്കറ്റ് ബൈബിൾ എടുത്ത് അച്ഛൻ ഈ മർക്കോസിലേക്ക് കൊടുത്തു. അവന്റെ ബെഡ്റൂമിൽ, എടാ ഇതൊന്ന് തുറന്ന് വായിക്കാൻ പറഞ്ഞു. അത് വേറെ കഥയുണ്ട്, അതിലേക്കൊന്നും പോയില്ല. അവൻ തുറന്ന് വായിച്ചു. ഒരു വാചകം, ഇത്രയേ ഉള്ളൂ. എന്നെ ചോദിച്ചു, നിനക്ക് എന്താ അനുഭവപ്പെട്ടെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു, ഒന്നും അനുഭവപ്പെടില്ല. ഞാൻ പറഞ്ഞു, നീ ഒന്നുകൂടി അത് വായിക്കും. വായിച്ചു. ഇനി നീ 2 മിനിറ്റ് നേരം എവിടെ ഇരിക്കുക വെറുതെ. അത് കഴിയുമ്പോൾ എഴുന്നേറ്റ് പോലെ. ഈ സിനഡാലിറ്റിയെ കുറിച്ച് പറയുമ്പോൾ അങ്ങനെയല്ലേ മാർപ്പാപ്പ പറഞ്ഞേക്കണേ, ആദ്യ റൗണ്ട് ചർച്ച എല്ലാവർക്കും പറയാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിശബ്ദത, എന്നിട്ട് പരിശുദ്ധാത്മ പറഞ്ഞ് കേൾക്കാനിരിക്കുക. വീണ്ടും ചർച്ച, ഓരോരുത്തർക്കും പറയാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും നിശബ്ദത. അങ്ങനെയല്ലേ, ക്രമതല്ലേ? ഇതുപോലെ അച്ഛൻ പറഞ്ഞു, അന്ന് സിനഡിന്റെ കാര്യമൊന്നുമല്ല, എന്നാലും ഇങ്ങനെ നീ ഒരു 2 മിനിറ്റോടെ ഇരിക്കും, എന്നിട്ട് പോലെ എന്ന് പറഞ്ഞു. അവൻ വരുന്നത് നോക്കി ഞാനും ഇവന്റെ അപ്പച്ചനും അമ്മച്ചും ഇങ്ങനെ ഈ ഡൈനിങ് ടേബിളിൽ ചുറ്റിയിരിക്കുകയാണ്. 2 മിനിറ്റ് ഞാൻ വന്നു, ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. പിന്നെ ഒന്നും ഞാൻ അതിനെക്കുറിച്ച് ചോദിച്ചില്ല, പറഞ്ഞില്ല. പിറ്റേ ദിവസം അവരുടെ ഭാഷ ഉള്ളാവിന് പോവായിരുന്നു. അവരുടെ അവധിക്കാലമാണ്. ജർമ്മൻകാർക്ക് അവധിക്കാലം എന്ന് പറഞ്ഞാൽ ജർമ്മൻ അച്ഛന്മാരെ അവധിക്കാലത്ത് ചിലപ്പോൾ കുർബാന പോലും ചെല്ലില്ല. അവധിക്കാലം എന്ന് അവരുടെ ശൈലി അങ്ങനെയാണ്. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യം. അച്ഛൻ ഒരു ദിവസം പണ്ട് ആക്സിഡന്റ് ആയിട്ട് 38 ദിവസം കിടപ്പ് കട്ടിലിൽ കിടന്നിട്ട് ആ കിടന്ന അച്ഛൻ കുർബാനയിൽ 38 ദിവസവും. പക്ഷെ ജർമ്മൻകാർക്ക് അങ്ങനെയുള്ള ശൈലി വേറെയാണ്, അവരുടെ രീതി. അവധിക്ക് പോകുന്ന ചെറുക്കൻ പോയ സമയത്ത് അവന്റെ അമ്മയോട് പറഞ്ഞു, അമ്മേ എന്റെ ആ ബാഗില് ഒരു സമ്പൂർണ്ണ ബൈബിളും കൂടി എടുത്തു വയ്ക്കാൻ. ബോർഡൻസ് ചെയ്യുന്ന കടപ്പുറത്ത് അവൻ അവധിക്കാലം ചെലവഴിക്കാൻ വേണ്ടി പോയി. അവിടെ അവധിക്കാലം ചെലവഴിച്ചു. പക്ഷേ ആ അവധിക്കാലത്ത് അവൻ ആ കടൽ തീരത്തിന് ദിവസം ബൈബിള് വായിക്കാൻ തുടങ്ങി. എന്നിട്ട് അവനറിയാം 30-ാം തീയതി അച്ഛൻ, ഈ ഇന്ത്യക്കാരൻ അച്ഛൻ തിരിച്ചു പോകുന്നു. 30-ാം തീയതി ഇവൻ പള്ളിയിൽ വന്നേക്ക. പള്ളിയിൽ വന്നിട്ട് അവന് ഫ്രണ്ടിലെ ബെഞ്ചിൽ തന്നെയാണ്. അച്ഛൻ കണ്ടില്ല. കാരണം അച്ഛൻ കുർബാനയുടെ ആളുകളെ കാണാറില്ല. കുർബാന ഞാൻ നോക്കിയ, പക്ഷേ ആളുകളെ കാണാറില്ല. അതിലൊരു ലെവൽ മേലെയാ കാഴ്ച. പക്ഷെ കുർബാനയുടെ അവസാനമായപ്പോ പെട്ടെന്ന് തോന്നല് ഈ മർക്കോസ് പള്ളിയിലുണ്ടെന്ന്. ആശീർവാദം ഇങ്ങനെ കഴിഞ്ഞപ്പോ ഞാൻ കണ്ണൂർ നോക്കി, കൃത്യം നല്ല പൊക്കോളം നിൽക്കണം, ഫ്രണ്ട് ബെഞ്ചിൽ നിൽക്കണു. എന്റെ തമ്പുരാനെ,
അവൻ ആ വർഷത്തെ ക്രിസ്മസിന് അച്ഛനൊരു ക്രിസ്മസ് കാർഡ് എഴുതി. അതിൽ എഴുതിയിരുന്നൊരു വാചകം അച്ഛൻ വളരെ ചിന്തിപ്പിച്ചു. എന്താണെന്നറിയോ? അച്ഛാ, എൻ്റെ കഴിഞ്ഞൊരു വർഷത്തെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഭവം ഞാൻ അച്ഛനെ കണ്ടുമുട്ടിയതാണ്. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഒരു ഉപദേശം കൊടുത്തില്ല. അച്ഛനിങ്ങനെ കുമ്പസാരിപ്പിച്ചില്ല. സാധാരണ കയറി ഇടപെട്ട് കുമ്പസാരിപ്പിക്കുമ്പോൾ കൗൺസിലിംഗ് നടത്താറില്ല, കുമ്പസാരിപ്പിക്കൽ മാത്രമേ ഉള്ളൂ. കുമ്പസാരിപ്പിക്കാറുണ്ട്. ഇവനെ കുമ്പസാരിപ്പിച്ചതൊന്നും ചോദിച്ചാൽ ഇത്രയും മാത്രം ഒരു വചനം അവൻ വായിക്കാനിടയായി. 10 കൊല്ലം കഴിഞ്ഞ് അവന് അപ്പം ഞാൻ യാതൊരു കോണ്ടാക്റ്റും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോന്നു. 10 വർഷം കഴിഞ്ഞ് അവന്റെ അപ്പം മരിച്ചപ്പോ അപ്പന്റെ ഫ്യൂണറലിൽ ഫോട്ടോകൾ സഹിതം എന്റെ അഡ്രസ് തേടി പിടിച്ചിറക്കി ഇന്ത്യയിൽ കഴിച്ചു വന്നിരിക്കുക. നമ്മളെ ചിന്തിപ്പിച്ചതാ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മക്കൾക്ക് ഒന്നും കൊടുത്തില്ലെങ്കിലും ഒരു വചനം കൊടുത്താൽ, ജീവനുള്ള ദൈവത്തിന്റെ വചനം അവരിൽ ഭയങ്കര മാറ്റം വരുത്തും. കർത്താവിന് ഇത് അറിയാവുന്നതുകൊണ്ട് കർത്താവ് ഒന്നും ചെയ്തില്ല. പത്രോസിന് വന്നേ, ഈ വള്ളം നീക്കിയിട്ടേ ഇതിലിരുന്നിരിക്കും ജനങ്ങളെ പഠിപ്പിക്കണം. കുറെ നേരം അവരോട് ദൈവവചനം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒരു പരീക്ഷയാണ്. പരീക്ഷ എന്താണ്? നിങ്ങൾ പരീക്ഷയിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് പോലെയല്ല. അതിനൊക്കെ അടുത്തൊരു പരീക്ഷ. പത്രോസേ, ഈ വള്ളം കുറച്ചുകൂടി അങ്ങോട്ട് നീക്കിയിട്ടേ. മീൻ പിടിക്കാനും എന്റെ പൊന്നു തമ്പുരാനെ. അപ്പൊ ഉള്ള കാര്യം അതൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പത്രോസ് മിണ്ടാതിരുന്ന് കേൾക്ക. പാവം പെട്ടുപോയല്ലോ എന്ന് വിചാരിച്ചിട്ടില്ലേ? ചില ഒരു ഓട്ടോറിക്ഷക്കാരൻ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലിട്ട് തിരിച്ച് വീട്ടിലേക്ക് രാത്രി പോരാൻ നേരത്തെ എടുത്ത് കയറി വന്നിട്ട്, എടാ നിങ്ങൾ പാടി ചാല് കുടിക്കുന്നു പോകണമെന്ന് പറഞ്ഞു വിടും. കമ്പനി പെട്ടുപോയല്ലോ, കുരിശ് എന്ത് ചെയ്യാൻ പോകാൻ അറിയാന്ന് പറയല്ലേ. ഇതുപോലെ പത്രോസ് പെട്ടുപോയതാ. പക്ഷേ കർത്താവ് വിടുന്നില്ല. കർത്താവ് പറഞ്ഞു, ഈ വള്ളം അങ്ങോട്ട് നീക്കിയിടുക, മീൻ പിടിക്കാൻ ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. പത്രോസിന്റെ ശൈലിയിൽ പറഞ്ഞു, തൃശ്ശൂർ ഭാഷയൊന്നുമല്ല. പത്രോസ് പറഞ്ഞു, എന്താ പറഞ്ഞു? പത്രോസ് നിങ്ങൾ ചോദിച്ചു, നിങ്ങളിങ്ങനെ പറയാണ്ടിരുന്ന ഞാൻ മാത്രം പറഞ്ഞ ശരിയാവോ? എന്താ പത്രോസ് പറഞ്ഞതെന്ന് അറിയാമോ? ഇല്ല, ആരെങ്കിലും പറയാൻ പറ്റുമോ? രാത്രി കൂടെ അധ്വാനിച്ചാണ്, ഒന്നും കിട്ടിയില്ല. ജീവിതത്തിൽ അങ്ങനെയാണോ? ജീവിതത്തിൽ അങ്ങനെയാണോ? ജീവിതത്തിൽ ഇങ്ങനെയാണോ? നീ പാടൊക്കെ വെച്ചൊന്നും കിട്ടാത്ത അവസ്ഥയാണോന്ന്? നന്നായി, നമ്പരാന്റെ അനുഗ്രഹം. അപ്പൊ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഗുരു എന്ന് പറഞ്ഞ രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല. പക്ഷേ എന്നിട്ട് മുഖത്തേക്ക് നോക്കി. ആ നോട്ടം പെശക. കർത്താവിന്റെ നേരെ നോക്കി. എങ്കിലും മനസ്സിലായത്, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞാൻ വലയിറക്കാം. പ്രിയപ്പെട്ടവരെ, അച്ഛൻ ഇന്ന് വിചാരിച്ചും പറഞ്ഞു 90 കിലോമീറ്റർ വണ്ടി ഓടിച്ചാൽ വന്നിരുന്നു. അച്ഛൻ 8:30 അച്ഛന്റെ പള്ളിയിൽ നിന്ന് ഇറങ്ങിയതാ. വേണമെങ്കിൽ മിനിമം 11 മണിയാകുമ്പോൾ ഇവിടെ എത്താമായിരുന്നു. പക്ഷെ അച്ഛൻ എത്തിയത് 3 മണിക്കാണ്. കാരണം എന്നറിയാമോ? 76 വയസ്സുള്ള ക്യാൻസർ ബാധിതയായ ഒരു സിസ്റ്റർ പറഞ്ഞു, അച്ഛാ, എനിക്ക് അച്ഛനൊന്നും കാണണമായിരുന്നു, ഈസ്റ്ററിനൊന്നും പറ്റും അച്ഛാ. വരാൻ പറഞ്ഞു, നീ ആ വണ്ടി നേരെ ഈ വെള്ളിക്കുളക്കടിക്ക് പോണതിന് പകരം ആ സന്യാസിയുടെ അടുത്ത് പോയതിനെ കുമ്പസാരിപ്പിച്ചിട്ട് ഇത് ധ്യാനിപ്പിക്കാനൊക്കെ പോയാൽ മതി. അതനുസരിച്ച് അച്ഛൻ വണ്ടി റൂട്ടിൽ തിരിച്ചു വിട്ടു. മനസ്സിലായോ? അങ്ങനെ വണ്ടി ഓടിച്ചങ്ങനെ പോന്ന് ഇടയ്ക്ക് അങ്കമാലിയിൽ വന്നപ്പോ കർത്താവ് പറഞ്ഞു, നീ ഇവിടെ ഒന്ന് കഴിച്ചിട്ട് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതിയെന്ന്. ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ കർത്താവിന്റെ കുർബാനയുടെ നേരത്ത് ഒരു 30 കൊല്ലം മുമ്പ് അച്ഛനെ കാണിക്കാനിടയായ ഒരാളെ കുറിച്ച് ഓർമ്മിപ്പിച്ചു. അപ്പൊ ആ ആളുടെ പേര് അവിടെ ഭക്ഷണം കഴിക്കാൻ അച്ഛൻ പറഞ്ഞു, അവന് ആശുപത്രിയിലുണ്ടെന്ന്. അവനെ കയറി കണ്ടു, അവനെ കുമ്പസാരിപ്പിച്ചു. എന്നിട്ടാണ് അച്ഛൻ എത്തിയത്. അതിൽ ഏറ്റവും രസകരമായ കാര്യം, നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. അച്ഛനൊന്ന് കിടന്ന് ഗസ്റ്റ് റൂമിൽ കിടന്ന് ഉറങ്ങി. ആ ഉറക്കത്തിന്റെ നേരത്താണ് ഈ ലൂക്ക 5:11 ഒരു വാക്കിന്റെ അർത്ഥം ജീവിതത്തിൽ എന്നൊക്കെ മനസ്സിലായിട്ടുള്ളതിനേക്കാൾ ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയത്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഈ പോളിയച്ഛൻ നിങ്ങളൊക്കെ ശരിക്കും അച്ഛനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്താണ് വാക്കെന്നറിയാമോ?
ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക എന്ന് പറഞ്ഞ കർത്താവ് പറഞ്ഞ വചനത്തിന്റെ പൊരുൾ ഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് അച്ഛന് ഉറങ്ങാൻ പറ്റിയില്ലെന്ന് മാത്രമല്ല, അതിന്റെ ആന്തരിക അർത്ഥങ്ങൾ കൊണ്ട് അച്ഛന്റെ മനസ്സും ഹൃദയമൊക്കെ നിറയുന്നതായി തീർന്നു. അങ്ങനെ അച്ഛൻ വിശദീകരിക്കാൻ പോണി അല്പം. എന്താണെന്നറിയാമോ? ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. നമ്മൾ അധ്വാനിക്കാനിട്ടല്ല, പ്രാർത്ഥിക്കാനിട്ടല്ല, സ്നേഹിക്കാനിട്ടല്ല, കഷ്ടപ്പെടാനിട്ടല്ല, വിശ്വാസമില്ലാഞ്ഞിട്ടല്ല, സ്നേഹമില്ലാഞ്ഞിട്ടല്ല, പ്രത്യാശയില്ലാഞ്ഞിട്ടല്ല നമ്മളിപ്പോ അവസ്ഥയിലേക്ക് ആയിരിക്കണേ. ആഴത്തിലേക്ക് നീക്കി ഈ പറഞ്ഞ കാര്യം ചെയ്യാത്തതുകൊണ്ട്. എന്നിട്ട് കർത്താവ് ഇങ്ങനെ കാണിച്ചത് വളരെ രസകരമായിരുന്നു കാഴ്ച. ഒരു ഭയങ്കര അനുഭവം, മറക്കാൻ പറ്റാത്ത അനുഭവം. 8:30 മുതൽ 3 മണി വരെയുള്ള, ഇവിടെ എത്തുന്നത് വരെയുള്ള യാത്രക്കിടയ്ക്ക് 25 മിനിറ്റ് അച്ഛനാ LF-ലെ ഒരു മുറിയിൽ ഇങ്ങനെ കിടന്നുറങ്ങിയുള്ളൂ. പക്ഷെ ആ ഉറക്കത്തിലെ മണിക്കൂറിൽ ഈ വാക്കിന്റെ അർത്ഥ തലങ്ങൾ ഇങ്ങനെ മനസ്സിലാകാൻ തുടങ്ങി. ഔസേപ്പിതാവ് മനസ്സിലാക്കിയത് പോലെയൊന്നുള്ള വകുപ്പൊന്നും അച്ഛനില്ലെങ്കിലും, പരിശുദ്ധ കന്യാമറിയം ലൂക്ക 26:38 മനസ്സിലാക്കിയതിനുള്ള വിവരമൊന്നും അച്ഛനില്ലെങ്കിലും, മുകളിലത്തെ മുറിയിൽ അവരിരുന്നപ്പോൾ കിട്ടി ജ്ഞാനവും വെളിവൊന്നും കിട്ടിയില്ലെങ്കിലും, യേശയ്യാ 11:2 പറയുന്ന പോലത്തെ ജ്ഞാനമൊന്നും കിട്ടിയില്ലെങ്കിലും, ആ മണിക്കൂറില് അച്ഛനെ ഈ വചനത്തിന്റെ വാക്കിന്റെ അർത്ഥങ്ങൾ ഇങ്ങനെ മനസ്സിലാകുന്നു. ആഴത്തിലേക്ക് നീക്കി ഏതൊക്കെ കാര്യങ്ങളാണ്. ഉദാഹരണമായിട്ട് ക്ഷമിക്കലിന്റെ ഒരു ഉദാഹരണം എടുക്കാം. നമ്മളൊക്കെ അങ്ങനെ ക്ഷമിക്കുന്നവരല്ലേ? എന്നാലും എന്തുമാത്ര ആ ക്ഷമിക്കലിന്റെ വിശദാംശങ്ങള്, അതിന്റെ ആഴങ്ങള്, നമ്മെ ദ്രോഹിച്ച, നമ്മെ വേദനിപ്പിച്ച, നമ്മെ തകർക്കാൻ ശ്രമിച്ച ഒരു മനുഷ്യനോട് ക്ഷമിക്കല് മാത്രം പോരാ, അവന് വേണ്ടി പ്രാർത്ഥിക്കല്, അവനെ അനുഗ്രഹിക്കണെന്ന് പറയല്, അതിനുവേണ്ടി ഏതറ്റം വരെയും പോകാനുള്ള സന്നദ്ധത. ഏതറ്റം വരെയും ചോദിച്ചാല് അച്ഛനൊരു പുസ്തകം എഴുതാൻ ഇടയാക്കിയത്. അച്ഛന് ഡോക്ടറേറ്റിന്റെ ഭാഗമായിട്ട് എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തില് ഒരു സെക്ഷൻ ഇതാണ്: അവരന് വേണ്ടി, അവരെ രക്ഷിക്കാൻ വേണ്ടി നരകത്തിൽ പോലും പോകാനുള്ള സന്നദ്ധത. അച്ഛനോ അറിയണോ? എങ്ങനെയെങ്കിലും ഒന്ന് സ്വർഗത്തിൽ പോയാൽ മതി വിചാരിക്കുമ്പോ നരകത്തിൽ പോകാൻ തയ്യാറാകുന്ന നിസ്സാര കാര്യമാണോ? അച്ഛനൊരിക്കല് ഒരു പള്ളിയിൽ, എയർപോർട്ടിന്റെ അടുത്തൊരു പള്ളിയിലിരിക്കുമ്പോൾ ഒരു സാറ് പറഞ്ഞു, അച്ഛന്റെ പുസ്തകത്തിലെ ആ ഒരു വിശദീകരണം ഉൾക്കൊള്ളാൻ പറ്റണതല്ലെന്ന് പറഞ്ഞു. ഇത് നരകത്തിൽ പോകാൻ തയ്യാറാകുക എന്നൊരാളെ രക്ഷിക്കാൻ വേണ്ടിയോ? എങ്ങനെയും സ്വർഗത്തിൽ പോലെ ആഗ്രഹിക്കണേ. ഒരു അധ്യാപകനാണ്, സംസ്ഥാന അവാർഡ് കിട്ടിയിട്ടുള്ള മനുഷ്യനല്ലോട് ജോസാറ്. ഞാൻ ജോസാറെ അച്ഛൻ ചോദിക്കട്ടെ, ജോസാറിന്റെ 3 ആൺമക്കളല്ലേ? അതെ. അതിലൊരാള് ആകെ പെശകാന്ന് വിചാരിക്കുക. അവരൊരു ഉലുമാനിപ്പെട്ടു, അവനെ പോലീസ് പിടിച്ചു, കേസായി, കൂട്ടമായി. അവനെ മരണശിക്ഷയ്ക്ക് നിശ്ചയിക്കാന്ന് വിചാരിക്കുക. ജഡ്ജിയുടെ അടുത്ത്, സാറ് അവന് വേണ്ടി ഞാൻ മരിച്ചോളാം, എന്റെ മകനെ വിടാമോ? ഞാൻ തയ്യാറാവും, എന്റെ മോന് വേണ്ടിയല്ലേ. എന്നാലേ ഒരു പുരോഹിതന് ഇതുപോലെ ഒരു മനുഷ്യനെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാകണം, നരകത്തിൽ പോലും. അപ്പൊ സാറിന് മനസ്സിലായി. പ്രിയപ്പെട്ടവരെ, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക എന്ന് പറഞ്ഞാല് ഇതുപോലെ ക്ഷമിക്കലിന്റെ, സ്നേഹിക്കലിന്റെ ഏറ്റവും ആഴം യോഹന്നാൻ 15:13 പറയുന്നുണ്ട്. സ്നേഹിതന് വേണ്ടി ജീവൻ പോലും ബലി കൊടുക്കുന്നില്ല. സ്നേഹം, ജീവൻ പോലും ബലി കൊടുക്കുന്നില്ല. സ്നേഹം, ഇതാണ് ക്രിസ്തു കാണിച്ചു തന്നത്. അച്ഛനാ അതിന്റെ രഹസ്യങ്ങള് ഈ ഉറക്കത്തിൽ ഇങ്ങനെ മനസ്സിലാക്കി തരിക. അവനെ ഇത് പാപത്തിന് പാപപരിഹാരമായി ഇത് വിഭജിക്കപ്പെടുന്ന ശരീരമാണെന്ന് പറഞ്ഞു ഞാൻ കുരിശില്. പിതാവേ, അതിനാഴം അവിടെയാണ്. ആ രഹസ്യങ്ങളിലേക്കാണ് നിങ്ങൾ എത്തിക്കുന്ന ഒരു ബലിയിലൂടെ. ഇങ്ങനെ ഓരോ കാര്യവും ക്ഷമിക്കലിന്റെ, സ്നേഹിക്കലിന്റെ, പ്രാർത്ഥിക്കലിന്റെ ആഴങ്ങളെ കുറിച്ച് ഓർമ്മിപ്പിച്ചിട്ട് അച്ഛനെ ഈ ഉറക്കത്തിൽ അച്ഛന്റെ പുസ്തകത്തിലേക്ക് കൊണ്ടുപോയി. അച്ഛന്റെ പുസ്തകത്തില്, അച്ഛൻ പുസ്തകം വിൽപ്പനക്കൊന്നുമില്ല കേട്ടോ, ഒറ്റം തരാനില്ല, ആരുടെയും ലേശം ഉണ്ടായിട്ടില്ല, പുസ്തകം ഇല്ല. അതിനുവേണ്ടിയല്ല പറയുന്നത്. അതായത് ഹൃദയം കൊണ്ട് പ്രാർത്ഥിക്കുക, ഹൃദയത്തിൽ പ്രാർത്ഥിക്കുക, അങ്ങനെ ഹൃദയത്തിന്റെ പ്രാർത്ഥനയാക്കുക എന്ന് പറഞ്ഞിട്ട് 3 വകുപ്പുകൾ അച്ഛൻ എഴുതി വെച്ചിട്ടുണ്ട്. അതേക്കുറിച്ച് കർത്താവ് ഓർമ്മിപ്പിച്ചു, മോനെ, പ്രാർത്ഥനയുടെ ആഴങ്ങൾ എന്ന് പറയുന്നത് നീ ആ എഴുതി വെച്ച കാര്യങ്ങൾ പ്രായോഗികമായി ജീവിക്കലാണ്. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യാന്നുള്ളത് അവനെ അങ്ങേയറ്റം രക്ഷിക്കാൻ ഏതറ്റം വരെ പോകേണ്ടിയിരിക്കുന്നു. അതാണ് ഇങ്ങനെ പറഞ്ഞു തന്ന കാര്യങ്ങള് അച്ഛൻ നിങ്ങളോട് വിവരിച്ചു തീർക്കാൻ പറ്റുന്നതല്ല. അതെ,
ഇത് അച്ഛൻ എന്തിനാ പറഞ്ഞെന്ന് മനസ്സിലായോ? പിടിയും കിട്ടിയോ? അതായത് കർത്താവിന്ന് നമ്മുടെ ഈ ഇടവകയിലെ ഈ വള്ളത്തില് കാലെടുത്ത് വെച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് വെറുതെ ഒരു 3 ദിവസം ഒരു രസമായിട്ട് എങ്ങനെയാലും ആശിക്കാനാണ് 3 ദിവസം പോട്ടെന്നല്ല. കർത്താവ് കടന്നു വന്ന് കാതലായ അടിസ്ഥാനപരമായ നാളിതുവരെയുള്ള ജീവിതത്തില് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയാണ്. അതെങ്ങനെ സംഭവിക്കണേ? ഇവിടെ ഉണ്ടോ മോളെ? എങ്ങനെ സംഭവിക്കണമെന്ന് അറിയാമോ? എത്ര മണ്ണപ്പോലെ അറിയാൻ പറ്റില്ലെന്ന് പറഞ്ഞ പോലെ അറിയാൻ പാടില്ല, അറിയാൻ പാടില്ലെന്ന് പറഞ്ഞ പോലെ അതിന് വിഷമിക്കുന്ന കാര്യമുണ്ടോ? പ്രിയപ്പെട്ടവരെ, അത് പറഞ്ഞപ്പോ അച്ഛന്റെ മനസ്സിലൊരു ഉദാഹരണം ഓർത്തു. അച്ഛൻ ഇങ്ങനെ ഈ ബൈബിളൊന്നും ഇങ്ങനെ ഈ പറയുന്നത് പോലെ ഒന്നും പറയുന്ന ടൈപ്പൊന്നും അല്ലായിരുന്നു. ഒരു സാധാരണ ആവറേജ് സെമിനാരിക്കാരൻ. അങ്ങനെ ഈ തട്ടിൽ പിതാവും നിങ്ങളുടെ കൂട്ടാലയച്ഛനും കൊടിയനച്ഛനും പറമ്പത്തച്ഛനും ഒക്കെ കൂടിയുള്ള ഒരു ബാച്ച്. അതില് അങ്ങനെ ഇരിക്കുമ്പോ അച്ഛനവണിയന് ഒരു 4 കൊല്ലം മുമ്പ് ഒരു ദിവസം ചുമ്മാച്ചനായിരിക്കുമ്പോഴേ ഒരു ദിവസം രാത്രി, ഒരു ശനിയാഴ്ച രാത്രി ഒരു ഭയങ്കര സംഭവം ഉണ്ടായിരുന്നു. കൊറോണയുടെ ഈ നമ്മുടെ ഈ ശ്വാസം കിട്ടാത്തൊരവസ്ഥയ്ക്കില്ലേ കൊറോണ വന്നവർക്ക്? നിങ്ങൾ കേട്ടില്ലേ പല ആളുകളുടെയും കഥ? അതിന്റെ ഒരു മുന്നാസ്വാദനം 46 കൊല്ലം മുമ്പ് അച്ഛൻ തമ്പരാൻ തന്നു. ഒരു രാത്രി ശ്വാസം കിട്ടാതെ കാറുന്ന അവസ്ഥയായി. അങ്ങനെ ശ്വാസം കിട്ടാതെ കണ്ണിൽ നിന്ന് ചാടി എഴുന്നേൽക്കൂലേ? ചാടി എഴുന്നേറ്റു. എന്നിട്ട് പുറത്ത് കിടന്നപ്പോ അവിടെ സെമിനാരിങ്ങനെ റെയിൽസ് ഉണ്ട്, അതിലിങ്ങനെ കമഴ്ന്നു നേർന്ന് കാർ ഇവിടെ ചെന്നല്ലോ. ഇതിന് ഭയങ്കരമാണ്, അങ്ങനെ പിടിച്ചു പോകും. ഈ സ്വരം കേട്ട് 3 നിലയിലും പല മുറികളിലും ലൈറ്റ് ഉണ്ട്. ഇപ്പൊ ആദ്യം നേരത്താണ് ഈ സംഭവമായി. അടുത്ത മുറിക്കാർ ഓടിയെത്തി. അപ്പൊ ഞാൻ പറഞ്ഞ അപ്പോഴേക്ക് ശ്വാസം കിട്ടി. ആ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞു. ഏതാണ്ട് തിരിച്ചറിഞ്ഞ പിറ്റേ ദിവസം കളിയൊക്കെ എല്ലാവരും കൂടി എന്തെങ്കിലും വെളിച്ചുപാട് വെച്ചുണ്ടാക്കിയെന്ന് പറഞ്ഞു ചോദിച്ചു. അതുകൊണ്ട് അച്ഛൻ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞു. ഓഫ് ചെയ്തു. അവരൊരു കട്ടൻ കാപ്പി ഉണ്ടാക്കി തന്ന് അങ്ങനെ കിടന്നു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റു. എഴുന്നേറ്റില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പള്ളിയിൽ വേദോപദേശം പഠിപ്പിക്കാൻ പോകണം. ചങ്ങനാശ്ശേരിയുടെയും പാലയുടെയും കാഞ്ഞിരപ്പള്ളിയുടെയും അതിർത്തിയായ ഒരു പള്ളിയുണ്ട്, അരുവിക്കുഴി എന്ന് പറയും. അവിടെ വേദോപദേശം പഠിപ്പിക്കാൻ പോകണം. എഴുന്നേറ്റ് കസേരയിൽ ഇരിക്കുക. ആദ്യം തന്നെ ചെയ്യുന്ന കാര്യം എഴുന്നേറ്റ് കഴിഞ്ഞാല് ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം കേട്ടോ പറഞ്ഞ നീ എഴുന്നേറ്റ് ആദ്യം ചെയ്യുന്ന കാര്യം എന്താണ്? മോൻ എന്താ ചെയ്യണേ? എഴുന്നേറ്റ് ആദ്യം ചെയ്യുന്ന കാര്യം എന്താ? വേറെ ഒന്നുമില്ല. ഇതിനോട് വലിയ സംഭവം വിചാരിച്ചിട്ടാണല്ലേ? IAS പരീക്ഷ ഒന്നല്ലടാ. എഴുന്നേറ്റ് കുരിശ് വരച്ചോട്ടെ. അമ്മ പഠിപ്പിച്ച പോലെ കുരിശ് വരച്ചു. കുരിശ് വരച്ചു കഴിഞ്ഞാൽ കർത്താവിനെ അതൊക്കെ സാധാരണ കാര്യമില്ലേ? അത് കഴിഞ്ഞപ്പോ തമ്പരാനെ എനിക്കിന്ന് പോണോളൂ, ഞാനെന്താ ചെയ്യണ്ടേ? അപ്പൊ അച്ഛന് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ഒരു സിസ്റ്റർ തന്ന ഒരു സമ്മാനമുണ്ട്. കൊച്ചി ഈശോയുടെ തെരുവിലേക്ക് ഒരു പടം. ആ പടം ഇങ്ങനെ അച്ഛന്റെ പ്രാർത്ഥന ആ മുറിയിലിരിക്കുന്നുണ്ട്. ആ പടത്തിലെ ഈശോയുടെ കണ്ണുകളിലേക്ക് നോക്കി, കുഞ്ഞു പടമാണ്. ആ കണ്ണുകളിലേക്ക് നോക്കി എന്റെ കർത്താവ് ഞാൻ എന്താ ചെയ്യണ്ടേ? എനിക്കിങ്ങനെ പോകണമെന്നുണ്ട്, പക്ഷെ നേരെ നിൽക്കാൻ പറ്റണ ഭയങ്കര തളർച്ച, ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ കർത്താവ് അച്ഛനെ തോന്നിപ്പിച്ചു. അച്ഛനോട് പറഞ്ഞോന്ന് വെച്ചാൽ കിടക്കുമ്പോൾ തോന്നിപ്പിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഡിവൈനിലും പോർട്ടയിലും വലിയ ടീമൊന്നുമല്ല. സാധാരണ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛനെ തോന്നിപ്പിച്ചു. തുറന്ന് വായിക്കുക. അച്ഛൻ തുറന്ന് വായിച്ചു. ഇത്രയുള്ളൂ. വായിച്ച വാക്കുകൾ ഇതാ. 46 കൊല്ലം മുമ്പ് പ്രഭാതം ഇപ്പോഴും അച്ഛന്റെ മനസ്സിലുണ്ട്. നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് ഞാൻ, അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. നിന്റെ പാദരക്ഷ അഴിച്ചു മാറ്റുക, എന്നാൽ നീ നിൽക്കുന്ന ഈ സ്ഥലം പരിശുദ്ധമാണ്. അച്ഛന്റെ കാലിൽ ചെരുപ്പുണ്ടായിരുന്നു. അച്ഛൻ മുടിയിലല്ലേ, പള്ളിയിലൊന്നുമല്ലോ, ചെരുപ്പ് ഊരിയിട്ടു. നിന്റെ പാദരക്ഷ അഴിച്ചു മാറ്റുക, എന്നാൽ നീ നിൽക്കുന്ന ഈ സ്ഥലം പരിശുദ്ധമാണ്. ഈജിപ്തിൽ എന്റെ ജനത അനുഭവിക്കുന്ന വേദന ഞാൻ കണ്ടു. അവരുടെ ദീനരോദനം ഞാൻ കേട്ടു. അവരെ രക്ഷിക്കാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുകയാണ്. വരൂ, നിന്നെ ഞാൻ ഈജിപ്തിലേക്ക് അയക്കും. അത് അച്ഛൻ കേട്ട ആ ശൈലി ഇപ്പോഴത്തെ പുതിയ സിനിമാ തിയേറ്ററിലൊക്കെ വലിയ സംഭവമായിട്ട് അടിപൊളി സൗണ്ടൊക്കെ ആയിട്ട്
കേൾക്കുന്നതിനേക്കാളും ഭയങ്കരമായിരുന്നു. ഞാൻ അടുത്ത നാളിൽ അങ്ങനെ സിനിമ തിയേറ്ററിൽ പോയി സിനിമ കണ്ട ഓർമ്മ വന്നിട്ടുണ്ടോ പറഞ്ഞു. അപ്പോ അതിലൊക്കെ ഭയങ്കരമായിരുന്നു. അത് 46 കൊല്ലം കഴിഞ്ഞിട്ടും അതിന്റെ അനുരണനങ്ങൾ അച്ഛന്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അപ്പൊ എത്ര ഭയങ്കരമായിട്ട് മനസ്സിലായില്ലേ? പ്രിയപ്പെട്ടവരെ, അച്ഛൻ അവിടെ എഴുന്നേറ്റു, നല്ല ശക്തി കിട്ടി, ക്ഷീണമൊക്കെ മാറി. പള്ളിയച്ഛന് ശേഷമാണ് കുളിയൊക്കെ കഴിഞ്ഞ് അച്ഛൻ സെമിനാരിയിലെ ചാപ്പലില് സാധാരണയുള്ള പ്രാർത്ഥന കഴിച്ചു വന്നു. പ്രഭാത പ്രാർത്ഥന സപ്രാഹമൊക്കെ കഴിഞ്ഞു. അത് കഴിയുമ്പോൾ സാധാരണ അച്ഛൻ കൂട്ടുമുറി പോയി കാപ്പി കുടിച്ച് ഏകദേശം പഠിപ്പിക്കാൻ പോകാൻ പതിവ് ഞായറാഴ്ചകളിൽ. പക്ഷേ കപ്പേളയിലെ ചാപ്പലിലെ പ്രാർത്ഥന കഴിച്ചപ്പോൾ നേരെ നിൽക്കാൻ പറ്റില്ല, ഭയങ്കര ക്ഷീണം, തളർച്ച. അതുകൊണ്ട് അച്ഛൻ മുറിയിലേക്ക് പോയി. എന്തിനാ മുറിയിലേക്ക് പോയെന്നറിയാവോ? എന്തിനാ അച്ഛൻ മുറിയിലേക്ക് പോയെന്നറിയാവോ? നിങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ട് ചോദിക്കുന്നതല്ല കേട്ടോ, ഞാൻ ചോദിക്കുന്നതാ. എന്തിനാ അച്ഛൻ മുറിയിലേക്ക് പോയേ? മുറിയിലേക്ക് പോയോ? വാലില്ലാത്തൊക്കെ പൊത്തിലേക്കുള്ള ഈ വർത്താനം പറഞ്ഞാൽ ഞാനങ്ങനെ ശ്രദ്ധിക്കുന്നല്ലേ അല്ലേ? എന്തിനാ അച്ഛൻ മുറിയിലേക്ക് പോയേ? അച്ഛൻ ഇതിനുമ്പ് പറഞ്ഞത് കേട്ടോ? നീ ചെറുതായിട്ട് അപ്പുറത്ത് വർത്താനം പറഞ്ഞു പോയി. അതിന് കുഴപ്പമൊന്നുമില്ല, അച്ഛനെ കുറ്റപ്പെടുത്തുന്നൊന്നുമല്ല. അപ്പോ മുറിയിലേക്ക് പോയത് എന്തിനാ പറഞ്ഞോ? ഇത്തിരി നേരം ഒന്ന് വിശ്രമിക്കാൻ അല്ല. വിശ്രമിക്കാനല്ല. ഇപ്പൊ അച്ഛന് വചനം കൊടുക്കാം, വചനം മുഴുവൻ പറയില്ല. ദാവീദ് രാജാവിന്റെ വൃത്യനായ ഊറിയായുടെ കഥയൊക്കെ പുറത്തു ഇത് പറഞ്ഞപ്പോ ഊറിയായുടെ അവസ്ഥ നല്ലത്. അപ്പോഴ് അച്ഛൻ പോയത് അച്ഛന്റെ മുറിയില് അച്ഛനോട് സംസാരിച്ച തമ്പുരാനോട് ഒന്നുകൂടി ചോദിക്കാൻ കഥാ ഞാൻ എന്ത് ചെയ്യണമെന്നാണ്. പള്ളിയിൽ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നിന്നല്ലേ പോയത്. അത് ശരിയാ. മത്തായി 6:6 അറിയാം. പള്ളി നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കയറി കഥകടച്ച് രഹസ്യത്തിൽ നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. സെമിനാരിയിലെ ചാപ്പലിലുള്ള അതേ കർത്താവാണ് അച്ഛന്റെ മുറിയിൽ എന്ന് പറഞ്ഞ് വിശ്വസിക്കാൻ പറ്റുമോ? പറ്റുമോ? അവിശ്വസിക്കാൻ പറ്റുന്ന മാത്രം കൈവയ്ക്കുകയാണ്. 1, 2, 3, 4 ആയി. വളരെ സന്തോഷം. അതെന്തുകൊണ്ടാ? കേൾക്കട്ടെ. എന്തുകൊണ്ടാ? എന്താ? ദൈവം തന്നെയാണ് മുറിയിലും. എന്നാലും ഒരു വ്യത്യാസമില്ലേ? പറഞ്ഞേ വരുമ്പോ ഉത്തരം ശരിയല്ലേ? ഉറപ്പിച്ചു പറഞ്ഞോ. എന്നാലും ഒരു വ്യത്യാസമില്ലെന്ന്. എന്താ വ്യത്യാസം? ഒരു വ്യത്യാസമില്ല. ഒരു വ്യത്യാസമില്ല. ഇന്ന് അച്ഛൻ വിശുദ്ധ കുർബാന അതിന്റെ അവസാന ഭാഗത്ത് വന്നപ്പോ നിങ്ങളുടെ നാവിൽ അച്ഛന്റെ നാവിൽ എടുത്തു വെച്ച് ആ വിശുദ്ധ ബാക്കിയുള്ളതിനെ സർക്കാർ കൊണ്ടുവച്ചുള്ളൂ അല്ലേ? ആ ഈശോയെ തന്നെയല്ലേ ഇവിടെ വെച്ചേക്കണേ. വ്യത്യാസമുണ്ടോ? പക്ഷെ ഇത് അത്രയും തോന്നാറില്ല അല്ലേ? ഈ തോന്നല് വേണം. ആ ഈശോ തന്നെയാണ് എന്റെ ഉള്ളില്, ഒരു വ്യത്യാസമില്ല. അതിൽ പാട്ടുകാർ പറഞ്ഞേ ഹൃദയം സക്രാരി എന്നൊക്കെ പാടല്ലേ? അല്ലെ പാട്ടുകാര? ആ പാടുന്ന പാടിയ ആ ഹൃദയം സക്രാരി അറിയാമോ? സക്രാരിയായി. അത് മനസ്സൊരു സക്രാരി അല്ല. ഒന്ന് പാടി എഴുന്നേറ്റ് എല്ലാവരും പാടി ഉഷാറായിട്ട്. ഉള്ളിൽ വസിക്കുന്ന തമ്പുരാന്റെ സാന്നിധ്യത്തെക്കുറിച്ച് ദേവാലയത്തിലെ സക്രാരിയിൽ അതേ സാന്നിധ്യം തന്നെ നമ്മുടെ ഉള്ളിലുണ്ടെന്നുള്ള അവബോധത്തിലേക്കും തിരികെ കണ്ണടച്ച് ഉള്ളിലേക്ക് നോക്കുക. ആ ഗാനം ആലപിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ആ സജീവ സാന്നിധ്യ അനുഭവത്തിലേക്ക് എത്താൻ ശ്രമിക്കുക.
മനുഷ്യപുത്രൻ തിരുവരുകയാണിവിടെ.